Okay, so just an introduction. എന്താണ് ഇന്ന് ഈ ഒരു 45 minutes to 1 hour എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നത്? ലീപ്പ് എന്നുള്ള പ്രോഗ്രാം എത്ര പേർക്ക് അതിനെക്കുറിച്ച് അറിയാം? ചാറ്റിൽ ടൈപ്പ് ചെയ്യുക, അറിയാമെങ്കിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യുക. ഇഫ് യു നോ അബൌട്ട് എന്തായാലും ഞാൻ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നുണ്ട്. ഫോർ ദോസ് ഹു ആർ ന്യൂ അവർക്ക് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നുണ്ട്. അതാണ് ഇന്നത്തെ ഒബ്ജക്റ്റീവ്. അതാണ് ലീപ്പ് എന്നുള്ള പ്രോഗ്രാം ഞങ്ങൾ തുടങ്ങിയിട്ട് 3 വർഷം കഴിഞ്ഞു. അത് വളരെയധികം വിജയിച്ചിട്ടുള്ള ഞങ്ങളൊരു ബേബി പ്രൊഡക്റ്റാന്ന് വേണം പറയാം. ആദ്യം ഞങ്ങൾ ചെയ്തപ്പോൾ ഒരു ടെസ്റ്റ് റണ്ണായിട്ട് ചെയ്തത്. അതിൽ തന്നെ ആ ടെസ്റ്റ് റണ്ണ് ചെയ്യുമ്പോൾ തന്നെ അതിൽ 100 ചില്ലാൻ ആൾക്കാർ അതിൽ ജോയിൻ ചെയ്തിരുന്നു. എന്നിട്ട് അവർക്ക് ഭയങ്കര റിസൾട്ടൊക്കെ കിട്ടിയത്. അതിൽ ഒരുപാട് പേര് ഒരു വർഷത്തിൻ്റെ പ്രോഗ്രാം, ഒരു വർഷത്തെ 52 ആഴ്ചകളായിരുന്നു ആ പ്രോഗ്രാം ഉണ്ടായിരുന്നത്. അത് ചെയ്തതിന് ശേഷം, അത് 2021 അത് അതും ചെയ്തതിന് ശേഷം വീണ്ടും അതിൽ ഒരുപാട് പേര് വീണ്ടും ജോയിൻ ചെയ്ത് 22 ജോയിൻ ചെയ്തു. ഇത് ജോയിൻ ചെയ്യാനുള്ള ഒരു കാരണം വെച്ചാൽ അവർ അതിൽ റിസൾട്ട് കണ്ടു എന്നുള്ള. എത്ര പേരാണ് ഇവിടെ അംഗീകരിക്കുന്നത്? അതായത് നിങ്ങളെക്കാളും അറിവുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ അതേ സ്റ്റാൻഡേർഡുള്ള ഒരു കൂട്ടം ജനവുമായിട്ട് നിങ്ങൾ കൂടിച്ചേരാണെങ്കിൽ നിങ്ങൾ അറിവ് കൂടും എന്നുള്ള എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഈ ഒരു കമ്മ്യൂണിറ്റിൻ്റെ പ്രത്യേകത അതായത് ഒരു കോഴ്സ് പോലെ ഇത് കാണരുത്. നിങ്ങൾ ഓരോ ആഴ്ചയിൽ ഇതിലെ ഡെവലപ്മെൻറ്റാണ് കാണുക. അത് കൂടാതെ ഇതിലെ കൺവേഴ്സേഷന് ഞാനുണ്ടാവും. എല്ലാ ആഴ്ചയും ഇതേപോലെ തന്നെ ഞാൻ വന്നിട്ട് നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ മലയാളത്തിലും ഇംഗ്ലീഷിലും അതിന് ഉത്തരങ്ങൾ തരാം എല്ലാ ആഴ്ചയിലും, ഞായറാഴ്ച ദിവസങ്ങളിൽ. ഈ ഒരു റമദാൻ കാലത്ത് മാത്രം കുറച്ച് വ്യത്യാസം ഉണ്ടാവുള്ളൂ. എല്ലാത്ത പക്ഷം 9 to 10, 15 അല്ലെങ്കിൽ 10:30 അല്ലെങ്കിൽ 11 o'clock നിങ്ങൾക്ക് എത്രത്തോളം ചോദ്യങ്ങളോ ആ ചോദ്യങ്ങൾക്ക് എല്ലാം ഉത്തരം തരുന്ന ഒരു ദിവസമാണ് ഞായറാഴ്ച ദിവസം ഞാനുണ്ടാവും നിങ്ങളുടെ ഡെവലപ്മെൻറ്റ് വേണ്ടിയിട്ട്. അത് കൂടാതെ മാസ്റ്റർ മൈൻഡ്സ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം, അതിലൊക്കെ ഞാൻ ഉണ്ടാവും. സോ എന്താണ് ഈ പ്രോഗ്രാം? LEAP. ഐ വോണ്ട് എവരി വൺ ടു ടൈപ്പ് LEAP. ലീപ്പ് എന്നൊന്ന് ടൈപ്പ് ചെയ്യാം. LEAP. You want me to smile? Okay, I'll smile. Okay. Right, definitely I'll smile. അപ്പോൾ I'm not a serious guy. അപ്പോൾ ലീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് 2 പേര് ഞങ്ങൾ ഇങ്ങനെ കഥ പോലെ ആദ്യത്തിന് 2 പേര് ഇട്ടിരുന്നത്. ലീപ്പ് തൊട്ടിന്ന് ലാമ്പ് തൊട്ടിന്ന് 2 പേര്. ലീപ്പ് എന്ന് വെച്ചാൽ ലീഡർഷിപ്പ് എംപവർമെന്റ് ആക്സലറേറ്റഡ് പ്രോഗ്രാം, അതാണ് ലീപ്പ്. രണ്ടാമത്തെ ലാമ്പ് എന്നുള്ള പേര് ഞങ്ങൾ ഈ 2 പേരായിട്ട് ആദ്യം നോക്കിയിരുന്നു ഏതാണ് നല്ലതെന്ന്. ലാമ്പ് എന്ന് വെച്ചാൽ LAMP, ദാറ്റ് ഇസ് ലീഡർഷിപ്പ് ആക്സലറേറ്റർ മെന്റർഷിപ്പ് പ്രോഗ്രാം. അപ്പം ലാമ്പ് എന്നുള്ള വെളിച്ചം എന്നുള്ള ആ രീതിയിൽ ഞങ്ങൾ അത് കണക്കാക്കിയത്. ലാമ്പ് എന്നുള്ള ലീപ്പ് എന്നുള്ള ഒരു കുതിച്ച് ചാട്ടം എന്നുള്ള. അപ്പോൾ 2 നല്ല പേര്. എനിക്ക് വെളിച്ചം എന്നുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പേരാണ്. പക്ഷെ അതൊരു ഇമ്പാക്റ്റ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല. അങ്ങനെ ലാമ്പ് എന്നുള്ളത് ഞങ്ങൾ ലീപ്പ് എന്നുള്ള കൺഫേം ചെയ്ത് ലീപ്പിലേക്ക് ഞങ്ങൾ പോയത്. അത് കൺഫേം ചെയ്തുള്ള പ്രോഗ്രാം ആയത് 2 വർഷം മുമ്പ് 2021 പ്യുവർലി ഇംഗ്ലീഷാണ്. കാരണം അതിൽ അമേരിക്കൻ സിറ്റിസൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞ് അവിടുത്തെ ലോക്കൽസ് ഒക്കെ വന്ന് ഞങ്ങൾ പ്രോഗ്രാമിന് പങ്കെടുത്തിരുന്നു. അപ്പം പ്യുവർലി ഇംഗ്ലീഷാണ്. ഞങ്ങൾ മലയാളം സമ്മതിക്കില്ല, എല്ലാം വേറെ ലാംഗ്വേജ്. നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ നമ്മൾ ഹിന്ദി ഒന്നുമില്ല, ഇംഗ്ലീഷ് തന്നെ ആയിരിക്കണം കൺവേഴ്സേഷനും. ആ ഡീസൻസി കീപ്പ് ചെയ്തിട്ട് തന്നെയാണ് വന്നത്. അങ്ങനെയാണ് ഒരുപാട് ആൾക്കാർ, മലയാളി സൈറ്റിൽ കുറേ ആൾക്കാർ പറഞ്ഞ് ഞങ്ങൾക്ക് ഇംഗ്ലീഷ് ഇതുകൊണ്ട് പഠിക്കാൻ പറ്റുന്നുണ്ട്, കാരണം ഇംഗ്ലീഷേ ഉള്ളൂ. അപ്പോൾ അവരുള്ള മുറിയൻ ഇംഗ്ലീഷ് വെച്ചിട്ട് ഒരുപാട് നന്നായ ആൾക്കാരുണ്ട് കേട്ടോ. കാരണം ആ ഒരു വളരെ ആഗ്രഹം വെച്ച് വന്നവരൊക്കെ ഒരുപാട് വളർന്നിട്ടുണ്ട് ഈ പ്രോഗ്രാം. അപ്പോൾ അത് 2021 വിജയിച്ചു. 2022 ഞങ്ങൾ 2022 ഞങ്ങൾ 4 ബാച്ച് മാത്രം നടത്തിയുള്ളൂ. അതേസമയത്ത് 21 ഞങ്ങൾ 7 ബാച്ച് നടത്തി. എല്ലാ മാസം നടത്തി വരുന്ന പ്രോഗ്രാം അല്ല ഇത്. 7 ബാച്ചാണ് 2021 നടത്തിയത്. 2023 ഞങ്ങൾ 4 ബാച്ച് നടത്തി. ഈ ഒരു കൊല്ലം ഇപ്പം ആദ്യത്തെ മലയാളം ബാച്ചാണ് ഈ വരാൻ പോകുന്നത്. ഇംഗ്ലീഷ് ബാച്ച് ഓൾറെഡി ഉണ്ട്, നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ആദ്യത്തെ മലയാളം ബാച്ചാണ് ഇത്. അതിനു വേണ്ടിയിട്ട് ഞാൻ മലയാളത്തിൽ സംസാരിക്കുന്നത്. ഫസ്റ്റിലാണ് ലീപ്പിൽ മലയാളം സംസാരിക്കുന്നത്. അപ്പോൾ ലീപ്പ് എന്ന് പറഞ്ഞ പ്രോഗ്രാം ഈ 2025 ഉള്ള പ്രോഗ്രാം 52 ആഴ്ച അല്ല, 48 ആഴ്ച. നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്യാം. 48 കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും 48 ആഴ്ചകളാണ്. ഒന്ന് ടൈപ്പ് ചെയ്യാം എല്ലാവരും ചാറ്റ് ബോക്സ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും റീകൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 48 വീക്സിൻ്റെ ആണ് അത് പ്രോഗ്രാം. അപ്പം നിങ്ങൾ ഈ 48 വീക്സ് വരണോ? എത്രത്തോളം നിങ്ങൾ ഞങ്ങളൊപ്പം ഉണ്ട് അത്രത്തോളം നിങ്ങൾക്ക് നല്ലതാണ്. അതേ ഞാൻ പറയുള്ളൂ. എത്രത്തോളം ആ ചേഞ്ച് നിങ്ങൾക്ക് ചിലപ്പം 2 ആഴ്ച 3 ആഴ്ച കാണുമ്പോഴത്തേ നിങ്ങൾക്ക് ആ ചേഞ്ചസ് ആണ്. ഞങ്ങൾ സ്റ്റുഡൻസ് ഒരുപാടുണ്ട് ലീഡർഷിപ്പിൽ അവർ ഓർഗനൈസേഷൻ ലെവലിൽ വളർന്നതും. സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ സാധനം നിങ്ങൾ ചോദിച്ചു വരരുത്.
സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ സാധനം ചോദിച്ചു വരുന്നത് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടാം എന്തിനാണ് ഞാൻ പറഞ്ഞുതരാം, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. സർട്ടിഫിക്കറ്റ് എന്ന സാധനം ക്വസ്റ്റ്യൻ മാർക്ക് ഇടാം, എല്ലാവരും ക്വസ്റ്റ്യൻ മാർക്ക്. ചിലവരുണ്ട് സർട്ടിഫിക്കറ്റ് തരുമെന്ന് വെച്ചാൽ ഞാൻ അവർ പിന്നെ ബോധരയില്ല, ഞാൻ അവരോട് മറുപടി ഞാൻ പറയാറില്ല. കാരണം നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഉദ്ദേശിച്ചിട്ടാണ് വരികയാണെങ്കിൽ ഈ പ്രോഗ്രാം നിങ്ങൾക്കുള്ളതല്ല. കറക്റ്റായിട്ട് പറഞ്ഞുതരാം. സർട്ടിഫിക്കറ്റ് ആണ് എനിക്ക് വേണ്ടതെന്ന് വിചാരിച്ചിട്ട് ആണ് നിങ്ങൾ വരുന്നത്. ഇത് കരാട്ടെ പഠിക്കാൻ പോകണമല്ലേ, കരാട്ടെ പഠിച്ചാൽ എനിക്ക് ബ്ലാക്ക് ബെൽറ്റ് എന്നാ കിട്ടാൻ ചോദിച്ചു പോകണമല്ലേ, അങ്ങനത്തെ ഞാൻ എടുക്കാറില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ കരാട്ടിൻ്റെ പ്രത്യേകത വെച്ചാൽ നിങ്ങൾ മാറാമെന്നുള്ള നിങ്ങളെ ആറ്റിറ്റ്യൂഡ്, നിങ്ങളെ ക്യാരക്ടർ മാറാൻ വേണ്ടിയിട്ട് മാർഷൽ ആർട്സ്. ഞാനൊക്കെ 40 ചില വർഷമായിട്ട് ഞാൻ പഠിപ്പിക്കുന്ന ആളാണ്. അതായത് ഒരു ദിവസം കൊണ്ട് പഠിക്കാൻ പോകുന്ന സാധനമല്ല ബ്ലാക്ക് ബെൽറ്റ്. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തും. അതേപോലെ മാറ്റം വരുത്തുന്നതാണ് സെൽഫ് ഡിസിപ്ലിൻ, സെൽഫ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണിത്. സർട്ടിഫിക്കറ്റ് കിട്ടും, തരില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. സർട്ടിഫിക്കറ്റിന് വേണ്ടി വരരുത്. എത്ര പേർക്ക് മനസ്സിലായി? ക്രിസ്റ്റൽ ക്ലിയർ CC ടൈപ്പ്. സർട്ടിഫിക്കറ്റിന് വേണ്ടി ഇങ്ങോട്ട് വരരുത്. ഐ നോട്ട് ഇൻട്രസ്റ്റ് ഇൻ ദാറ്റ്. അങ്ങനത്തെ ഒരു വ്യക്തി എനിക്ക് വേണ്ട തന്നെ. ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഐ ലവ് ടു വെൽക്കം യു. നിങ്ങൾ ചേഞ്ചസ് കാണൂ, 100% നിങ്ങൾ ചേഞ്ച് കാണും. എങ്ങനെ? കണ്ടീഷൻ ഉണ്ട്. എൻ്റെ പ്രോഗ്രാം പങ്കെടുത്തിട്ടില്ല, നിങ്ങൾ പങ്കെടുക്കണം. ഹൗ മെനി ഓഫ് യു ഗോട്ട് ഇറ്റ്? നിങ്ങൾ പങ്കെടുക്കണം. I am here to change myself. That's absolutely fine. This is for you. നിങ്ങൾ അതിൽ ഒരു ഉദാഹരണത്തിന് നിങ്ങൾ ഒരു ഫുട്ബോൾ പ്രേമിയാന്ന് വിചാരിക്കുക. ഓക്കെ, ഫുട്ബോൾ പ്രേമിയാന്ന് വിചാരിക്കുക. ആ ഫുട്ബോൾ കാണാൻ ആ ഗാലറിയിൽ ഇരുന്ന് വിചാരിച്ചാൽ നിങ്ങൾ ഒരു പ്ലെയർ ആവുമോ? യെസ് ഓർ നോ? ഒരു ഗാലറിയിൽ ഹയസ്റ്റ് പേയിങ് ടിക്കറ്റ് കൊടുത്തിട്ട് ഇരിക്കാൻ നിങ്ങൾ പ്ലെയർ ആവുമോ? നിങ്ങളൊരു ചാമ്പ്യൻ ആവും? യെസ് ഓർ നോ? ജസ്റ്റ് ഗിവ് മി ആൻ ആൻസർ. യെസ് ഓർ നോ? Yes or no? Just give me the answer. The answer is no. Absolutely. I want everyone to answer. ഇത് ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓൺബോർഡിംഗ് സെഷൻ ഞാൻ എടുക്കുന്നത്. Absolutely no. ഓക്കെ, അതേപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാമിൽ ജസ്റ്റ് എൻ്റെ വീഡിയോസൊക്കെ ഒരുപാട് വീഡിയോസ് കാണേണ്ടി വരും. എൻ്റെ വീഡിയോസ് മാത്രം കണ്ടുവച്ചിട്ട് നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നില്ല. അതേപോലെ ഡിസ്കഷൻസ് ഉണ്ടാവും. ഡിസ്കഷൻസിൽ വെറുതെ അവിടെ ഇരുന്നിട്ട് മറ്റുള്ളവർ സംസാരിക്കുന്നത് കേട്ടാൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾ കയറി സംസാരിക്കണം. നിങ്ങൾ തെറ്റ് ചെയ്യണം. തെറ്റ് ചെയ്തേ മതിയാവും. തെറ്റുകൂടെയാണ് നമ്മൾ നന്നാവാൻ പറ്റും. ഞാനൊക്കെ തെറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ലെവലിൽ എത്തിയത്. എത്ര പേര് തെറ്റിനെ അംഗീകരിക്കുന്ന വ്യക്തികളാണ്? അവർക്ക് ഈ കോഴ്സസ് നടക്കുള്ളൂ. എത്ര പേര് അംഗീകരിക്കണം? ഐ എം റെഡി ടു മേക്ക് മിസ്റ്റേക്ക്. ഹൂ ഇസ് റെഡി ടു മേക്ക് മിസ്റ്റേക്സ്? ആരും ഇവിടെ കളിയാക്കൂല കേട്ടോ. ഈ ഒരു ഇത് നിങ്ങളെ പേര് പോലും ലീഡർ എന്ന് പറഞ്ഞിട്ടല്ലാതെ ആരും അഡ്രസ്സ് ചെയ്യില്ല. ഇപ്പം ഒരാളുടെ വിചാരിക്കുക ഫെമിൻ എന്നാണ് പേര് വിചാരിക്കുക, ലീഡർ ഫെമിന്നേ പറയുള്ളൂ. ഓരോ വ്യക്തിയും മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്തിട്ട് വിളിക്കുള്ളൂ. അങ്ങനത്തെ ഒരു ഓർഗനൈസേഷനാണ്, അങ്ങനത്തെ ഒരു ഫാമിലിയാണിത്. അത്ര റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള. ഓക്കെ, റൈറ്റ്, ഗുഡ്, ഫെൻറ്റാസ്റ്റിക്. ഇത് എങ്ങനെ നടക്കാന്നുള്ളത് ഞാൻ കറക്റ്റായിട്ടൊന്ന് പറഞ്ഞുതരാം. ഇത് 48 ആഴ്ചയാണ്. ഞാൻ പറഞ്ഞു എത്രത്തോളം നിങ്ങൾ നിൽക്കണം. 52 കഴിഞ്ഞിട്ട് നിൽക്കുന്ന വ്യക്തികളുണ്ട്, 52 ആഴ്ച കഴിഞ്ഞിട്ട് നിൽക്കുന്ന വ്യക്തികൾ. അപ്പം 48 ആഴ്ചയാണ്. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ വെറും ഒരു 12 ആഴ്ച വരാം, അല്ലെങ്കിൽ 24 ആഴ്ച വരാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ എത്രത്തോളം നിങ്ങൾ കൂടുതൽ നിൽക്കുന്നതോ അത്രത്തോളം നിങ്ങളിൽ മാറ്റങ്ങൾ വരും. സ്ലോ ആൻഡ് സ്റ്റഡിയാണ്. ലീഡർഷിപ്പ് ഒരിക്കലും ഒരു ദിവസം കൊണ്ട് നടക്കുന്ന സംഭവമല്ല. എത്ര പേര് അംഗീകരിക്കണേ? ലീഡർഷിപ്പ് ഒരിക്കലും ഒരു ദിവസം കൊണ്ട് ആവുന്ന സംഭവമല്ല. എത്ര പേര് അംഗീകരിക്കട്ടെ? ഐ അഗ്രി എന്ന് പറയാം. ഇഫ് യു അഗ്രി സേ ഐ അഗ്രി. ഒരിക്കലും ഒരു ചാമ്പ്യൻ ഒരു ദിവസം കൊണ്ട് ആവണമല്ല. യു കാൺ ബിക്കം എ ചാമ്പ്യൻ ഓവർ നൈറ്റ് എന്നാണ് പറയല്. ഒരു മൈക്ക് ടൈസൺ എടുത്തിട്ട്, മൈക്ക് ടൈസൺ ചിലപ്പോൾ ഇന്ന് ലോകത്തെ ഏറ്റവും നല്ല ചാമ്പ്യൻ ആണെങ്കിൽ അദ്ദേഹം അതിൻ്റെ ബാക്കിൽ എത്രയോ വർഷങ്ങൾ ഇട്ടുണ്ടാവും. ശരിയല്ലേ? ഹൗ മെനി ഓഫ് യു അഗ്രി എന്ന് ടൈപ്പ് ചെയ്യാം. അദ്ദേഹം ഒരുപാട് വർഷങ്ങളുടെ അധ്വാനം ഇട്ടിട്ടാണ് ഇന്നൊരു ചാമ്പ്യൻ ആവണത്. അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും നല്ല ഒരു ഫുട്ബോൾ പ്ലെയറിൽ എടുത്തോളൂ, അല്ലെങ്കിൽ ഏറ്റവും നല്ല ക്രിക്കറ്ററിനെ എടുത്തോളൂ. ആ വ്യക്തി ചിലപ്പോൾ ഇന്ന് ചാമ്പ്യൻ ആവുണ്ടാവും, but he's not becoming a champion overnight. He has worked hard behind that. അതേപോലെ തന്നെ leadership is not a one-day program, it is every-day program. How many of you got it? Say got it. Say got it. Leadership is not a one-day program, it's a every-day program. That is leadership. ലീഡർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നേതാവല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒരു പൊളിറ്റിക്കൽ ലീഡറല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നന്നായി സംസാരിക്കാൻ പറ്റുന്ന ഒരാൾ, വളരെ ക്ലീനായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ആൾ, അത് വീട്ടിലും സംസാരിക്കാൻ പറ്റുന്ന ആൾ, ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ, സ്വന്തം സംസാരിക്കാൻ പറ്റുന്ന, അതാണ് ലീഡർ. അതിനെയാണ് നമ്മൾ വളർത്തിയെടുക്കുന്നത്. അല്ലാതെ നമ്മൾ കാണുന്ന പോലെ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യല്ല. ലീഡർ ചിലപ്പം തീരെ സംസാരിക്കാത്ത ആളായിരിക്കും. ഒരുപാട് നേതാക്കന്മാരുണ്ട് നമ്മൾ ഇന്ത്യയിൽ തന്നെ നോക്കി കഴിഞ്ഞാൽ. APJ അബ്ദുൽ കലാമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇൻട്രോവേർട്ടാണ്. ഇന്നാന്ന് തോന്നുന്നു ഞാൻ ഇൻട്രോവേർട്ടിൻ്റെ ഒരു വീഡിയോ ഇറക്കിയത് ഇതിൽ ഇൻസ്റ്റാഗ്രാമിൽ. ഐ തിങ്ക് ഇറ്റ് വാസ് ടുഡേ. അപ്പം അത് ശ്രദ്ധിക്കുക. നമ്മൾ ഇൻട്രോവേർട്ട് ആവാം, നമ്മൾ എക്സ്ട്രോവേർട്ട് ആവാം, എങ്കിലും നമ്മൾക്ക് ലീഡർ ആവാം. ഹൗ മെനി ഓഫ് യു ലവ് ഇറ്റ്? സേ ലവ് ഇറ്റ്. I love it. നിങ്ങൾ ഇൻട്രോവേർട്ട് ആവാം, നിങ്ങൾക്ക് ലീഡർ ആവാം.
നിങ്ങൾ എക്സ്ട്രോവേർട്ട് ആവാം, ഇനിയും നിങ്ങൾക്ക് ലീഡർ ആവാം. നിങ്ങൾ എന്ത് തന്നെ ആയാലും നിങ്ങൾക്ക് ലീഡർ ആവാൻ പറ്റുന്നില്ല. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ആ ഒരു മൈൻഡ് സെറ്റാണ് മാറ്റേണ്ടത്. ആ മൈൻഡ് സെറ്റ് മാറ്റാനും ഇവിടെ കറേജ് തരാനും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനാണ് ഞങ്ങൾ ഈ ഫാമിലി ഉള്ളത്. എനിക്ക് ഒരുപാട് വേറെ കോഴ്സുകൾ, ഹൈ ടിക്കറ്റ് കോഴ്സുകളുണ്ട്. പക്ഷെ അതിനൊന്ന് ഫോക്കസ് ചെയ്യാതെ ഞാൻ ഈ ഒരു ലീപ്പ് എന്നുള്ള എൻ്റെ വളരെ അടുത്തിട്ടുള്ള ഒരു പ്രോഗ്രാം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പ്രോഗ്രാം ലീപ്പ് എന്നുള്ള പ്രോഗ്രാം. ഇനി ആ പ്രോഗ്രാമിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു 48 ആഴ്ചത്തെ പ്രോഗ്രാമാണ്. 48 ആഴ്ച എന്ന് വെച്ചാൽ ഒരു വർഷം, 52 ആഴ്ചന് ഒരു വർഷം. പക്ഷേ 48 ആഴ്ചൻ്റെ പ്രോഗ്രാമാണ് നമ്മൾ തരുന്നത്. ബാക്കിയുള്ള ആഴ്ചകൾ, 52 ആഴ്ച വരെയുള്ള ആഴ്ചകൾ എന്താണ്, നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടാവും. 52 ആഴ്ച ആണെങ്കിൽ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടാവും. ചിലപ്പോൾ കല്യാണങ്ങളായിരിക്കാം, ചിലപ്പോൾ ട്രാവലായിരിക്കാം. അത് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആഴ്ചകൾ. അതിന് കാരണം ഞങ്ങൾ അത് എല്ലാ 52 ആഴ്ചയും തുടരുന്നില്ല, 48 ആഴ്ച മാത്രമേ ഉള്ളൂ. ഇനി ഇതിൻ്റെ ഫീ സ്ട്രക്ചർ പറഞ്ഞുതരാം. ആ ഫീ പറയുമ്പോൾ ആദ്യം ശരിക്കും കേൾക്കാം, ഒന്നും പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഇതിൻ്റെ യഥാർത്ഥ ഫീ 12 ആഴ്ച, 12 12 12 12 അങ്ങനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ശരിക്കും മനസ്സിലാക്കുക. ഓരോ 12 ആഴ്ചയിലും 30,000 റുപ്യാണ്. കേൾക്കുക, ശരിക്കും മനസ്സിലാക്കുക. 30,000 റുപ്യാണ് ഓരോ ആഴ്ച. ഇതിൻ്റെ ടോട്ടൽ ഫീ 1,20,000 റുപ്യ. ഒരു വർഷത്തെ ഫീസാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ അത് കംപ്ലീറ്റ്, അതാണ് അതിൻ്റെ വാല്യൂ കേട്ടോ. പക്ഷേ ഞങ്ങൾ എന്താ ചെയ്തിട്ടുള്ളത്, ഈ ഒരു വർഷം ഞങ്ങൾ എന്താ ചെയ്തിട്ടുള്ളത് വെച്ചാൽ, ഈ ഒരു ബാച്ചിന് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്, ഞങ്ങൾ ആ ഒരു 1,20,000 മാറ്റി വെച്ചു. എന്നിട്ട് എന്താ പറഞ്ഞത്, ലെറ്റ്സ് ഡു വൺ തിങ്, ലെറ്റ്സ് ടേക്ക് ജസ്റ്റ് 15,000 റുപ്പീസ്. 15,000 റുപ്പീസ് 2 സെമസ്റ്ററും കൂടെ ചേർന്നിട്ട്, അതായത് 24 ആഴ്ചകൾ. ടൈപ്പ് ചെയ്യാം അവിടെ, എല്ലാവരും ടൈപ്പ് ചെയ്യാം. 24 ആഴ്ച ഇസ് ഈക്വൽ ടു 15,000. എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്യുമോ, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. 24, അതായത് 6 മാസത്തെ കോഴ്സ്. 6 മാസം ഞങ്ങൾ 15,000 തരുന്നത്. ശരിക്കും 15,000 യഥാർത്ഥത്തിൽ 60,000 റുപ്യ. 60,000 റുപ്യൻ്റെ പ്രോഗ്രാമാണ് ഞങ്ങൾ 15,000 മലയാളമായി. കാരണം ഇംഗ്ലീഷും എല്ലാവർക്കും ഞങ്ങൾ ഇതേ കോഴ്സിനാണ് ഇതിനകത്ത് തരുന്നത്. കാരണം ഞങ്ങൾ ഫീസൊക്കെ നല്ലതാണ്, ഹൈ ഫീസ് വാങ്ങിക്കണമെന്നല്ല, കുറച്ച് നമ്പേഴ്സ് കിട്ടുന്നതല്ല. പക്ഷേ വി തോട്ട് ലെറ്റ്സ് ഡു ഇറ്റ് ഇൻ ദിസ് വേ. ഇതൊരു മാർക്കറ്റിംഗ് പിച്ചല്ല, മനസ്സിലാക്കുക. എനിക്ക് മാർക്കറ്റിംഗ് പിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, സെയിൽസ് പിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം വരുന്നവർ വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അവരെ കെയർ ഓഫിലും ആൾക്കാർ വന്നുകൊണ്ടിരിക്കും. പക്ഷേ നിങ്ങൾക്ക് പുതിയതായിട്ട് അറിയുന്ന ആൾക്കാർക്ക് ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, നാളെ ഒരു ഡൗട്ട് ഇല്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം 24 ആഴ്ചക്കുള്ള ഫീസാണ് 15,000 റുപ്യ. ഈ ഒരു 12-ാം തീയതി നമ്മൾ തുടങ്ങാൻ പോകുന്നത്. 6 മാസത്തിന് ശേഷം നിങ്ങൾക്ക് തീരുമാനിക്കാം അടുത്ത 6 മാസം വരണോ. അപ്പോഴും നിങ്ങൾക്ക് ഈ ഒരു ഫീസ് തന്നാൽ മതി. അപ്പോഴും 15,000. അപ്പോൾ ടോട്ടൽ നിങ്ങൾക്ക് ഒരു വർഷത്തെ ഫീസ് വരുന്നത് 30,000 റുപ്യാണ്. ആ 30,000 റുപ്യ ഒരുമിച്ചിട്ടല്ല തരുന്നത്. 15,000 വെച്ച് 2 ഗഡുക്കളായിട്ട് 6 മാസത്തെ ഗ്യാപ്പിലാണ് നിങ്ങൾ തരുന്നത്. അത് എത്ര പേർക്ക് മനസ്സിലായി? ക്രിസ്റ്റൽ ക്ലിയർ ഒന്നും ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? 15 + 15. ഓക്കെ, എക്സാക്ട്ലി അത് പറഞ്ഞാൽ 60 + 60 ആണ് യഥാർത്ഥത്തിലുള്ള ഫീസ്. 1,20,000 അതെല്ലാം നിങ്ങൾ വാങ്ങിക്കുന്നത് 15 + 15. നാളെ നിങ്ങൾക്കൊരു ഡൗട്ട് വരാൻ പാടില്ല അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ 2 ആഴ്ച നിങ്ങൾക്ക് ഈ കോഴ്സിന് പങ്കെടുത്തിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് വിചാരിക്കാം. 2 ആഴ്ച ആ കംപ്ലീറ്റ് ഫീസ് എത്രയാണോ നിങ്ങൾ അടിച്ചിട്ടുള്ളത്, ഒരു അക്ഷരം പറയണ്ട, എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയണ്ട, നിങ്ങൾക്ക് ആ കംപ്ലീറ്റ് ഫീസ് തിരിച്ചു തരും 100%. അപ്പോൾ എല്ലാവരും ഒന്ന് 14 = 100% ഒന്ന് ടൈപ്പ് ചെയ്യാം. 14 ദിവസമുണ്ട്. 14 ദിവസം നിങ്ങൾക്ക് വരാം, പഠിക്കാം. എന്നിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പോവാം. നിങ്ങളുടെ ഫീസ് കംപ്ലീറ്റ് തിരിച്ചു. ഒരു ചോദ്യം ഞാൻ ചോദിക്കില്ല. അത് ഒന്ന് ടൈപ്പ് ചെയ്യാം. 14 = 100 എന്നുള്ളത്. 14 days 100% മണി ബാക്ക് ഗ്യാരണ്ടിയാണ്. നിങ്ങൾക്ക് പഠിക്കാം, എത്ര വേണം പഠിക്കാം, ഒരു കുഴപ്പമില്ല. ഓക്കെ, വി ഗിവ് യു ദ ഫുൾ ഗ്യാരണ്ടി. കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത് നിങ്ങൾ പഠിക്കാൻ പാടില്ല. ആ പൈസ നമ്മൾ എടുക്കാനും പാടില്ല. അതിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. ഒരു വ്യക്തി ഇഷ്ടപ്പെടാതെ ഒരു പൈസ തരാണെങ്കിൽ അത് എടുക്കാൻ പാടില്ല എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ സെൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ എനിക്കൊരു പ്രശ്നമുണ്ട്, എൻ്റെ ഹസ്ബൻഡ് സമ്മതിച്ചിട്ടില്ല, എൻ്റെ കുട്ടികളൊപ്പം എനിക്ക് കൂടുതൽ സമയം ചിലവാക്കണം, ഇത് ഓക്കെ, നോ പ്രോബ്ലം, യു ടേക്ക് യു മണി. ഞങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കില്ല നിങ്ങളോട് കേട്ടോ. നിങ്ങളോടൊരു വിരോധവും കാണിക്കില്ല. കാരണം ഞങ്ങൾ നിങ്ങളെ റെസ്പെക്റ്റ് ഉണ്ട്. ഇസ് ദാറ്റ് ഫൈൻ? ഹൗ മെനി ഓഫ് യു ഗോട്ട് ഇറ്റ്? ക്രിസ്റ്റൽ ക്ലിയർ. CC എന്നൊന്നും ടൈപ്പ് ചെയ്യാം എല്ലാവരും. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഇറ്റ്സ് യുവർ ഗെയിം, ഇറ്റ്സ് യുവർ ഡിസിഷൻ. ഞങ്ങൾ ഒരിക്കലും, അതാ ഞാൻ പറഞ്ഞു, ഇവിടെ ഞങ്ങൾ സെയിലല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇഷ്ടമുള്ള ആൾക്കാർ വരാം, നിങ്ങൾക്ക് ഡെവലപ്മെൻറ്റ് ആഗ്രഹിക്കുന്ന വ്യക്തികൾ വരാം. ഓക്കെ, റൈറ്റ്. ഇനി പറയാൻ പോകുന്നത് ഇതിൻ്റെ സിലബസ് എങ്ങനെയാണെന്നുള്ളതാണ്. ഇത് നടക്കാൻ പോകുന്നത് 2 വ്യത്യസ്ത രീതിയിലാണ്. ആദ്യമായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ മലയാളം, സത്യം പറഞ്ഞാൽ മലയാളത്തിൻ്റെ വീഡിയോസ് പോലും ഞാൻ റെക്കോർഡ് ചെയ്തില്ല. നാളെ മുതൽ ചെയ്യാൻ പോകണം. അത്രയ്ക്കും ഫ്രഷ് ആയിട്ടുള്ള കോണ്ടൻറ്റാണ് ചെയ്യാൻ പോകുന്നത്. ഈ 48 ആഴ്ചൻ്റെ കോണ്ടൻറ്റ് ഇംഗ്ലീഷിലുണ്ട്,
പക്ഷേ ഇംഗ്ലീഷിൻ്റെ പോലും ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ചിലർ ചോദിക്കും എന്താ സിലബസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും എനിക്ക് സിലബസ് അറിയില്ല എന്ന് പറയാം. എന്തുകൊണ്ടാണ് ഞാൻ അറിയില്ല എന്ന് പറഞ്ഞു വെച്ചാൽ ഞാൻ ഒരു ദിവസം 7-8 മണിക്കൂർ ഞാൻ എൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ചിലവാക്കുന്ന വ്യക്തി. എനിക്ക് വേറെ പണിയൊന്നുമില്ല, ഒറ്റ പണിയുള്ളൂ, പഠിപ്പിക്കുക എന്നുള്ള പണി മാത്രം. മറ്റൊരു പണി എനിക്ക് അറിയില്ല. ഞാൻ എല്ലാവരോടും പറയും വേറെ പണി എന്നോട് ചോദിച്ചാൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ പാഷനും അല്ല, എൻ്റെ പേർപ്പസ് കംപ്ലീറ്റ് സ്വന്തം ഡെവലപ്പ് ചെയ്യുക, മറ്റുള്ളവരെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ള. അപ്പോൾ ചിലപ്പോൾ ഓരോ ദിവസമായിരിക്കും ഞാൻ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക. അതൊക്കെ ഞാൻ സേവ് ചെയ്ത് വെക്കും. അതെല്ലാം സേവ് ചെയ്ത് ഞാൻ എന്നോട് തന്നെ ചോദിക്കും വൈ കോൺ ഐ മേക്ക് ദിസ് ആസ് എ വീഡിയോ. എന്തുകൊണ്ട് എൻ്റെ വീഡിയോ ആക്കിക്കൂടാ? കാരണം ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന വ്യക്തി, ദ മോർ യു ടീച്ച് ദ മോർ യു ലേൺ. എത്ര പേര് അത് അംഗീകരിക്കേണ്ടത്? ദ മോർ യു ടീച്ച് ദ മോർ യു ലേൺ. എൻ്റെ ജീവിതത്തിൽ ഞാൻ എവിടേക്കാണ് എനിക്ക് അവാർഡ് കിട്ടിയിട്ടുള്ളത്, റെക്കഗ്നൈസേഷൻ കിട്ടിയിട്ടുള്ളത്, വേൾഡ് റെക്കോർഡ്സ് കിട്ടിയിട്ടുള്ളത്, അതെല്ലാം ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടാണ്. മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഞാൻ ചാമ്പ്യൻ ആയിട്ടുള്ളൂ. അപ്പം എനിക്ക് ചാമ്പ്യൻ ആവാൻ ഭയങ്കര സെൽഫിഷ് ആയിട്ടുള്ളൊരു ആഗ്രഹം. അപ്പം ഞാൻ ചാമ്പ്യൻ ആവണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചേ മതിയാവും, അതേ മതിയാവും. പക്ഷേ ഞാൻ സന്തോഷം കണ്ടെത്തില്ല എപ്പോഴാണെന്ന് അറിയോ? ഞാൻ സന്തോഷം കണ്ടെത്തില്ല എൻ്റെ സ്റ്റുഡൻസ് ചാമ്പ്യന്മാരാകുമ്പോഴാണ്. എൻ്റെ സ്റ്റുഡൻസ് നാളെ ഞാൻ പറയും, ഇപ്പോൾ റിയാസ് സഖി എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ നിമ്മി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു സഫ മജീദ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അനീഷ് മോഹൻ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ സന യാസർ എന്നൊക്കെ പറയുമ്പോൾ, ഇവരൊക്കെ ചാമ്പ്യൻസാണ്. കോച്ചസ്, യങ്ങസ്റ്റ് കോച്ചസൊക്കെ, അതിൽ അവാർഡ് വിന്നർ കോച്ചസ്, ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് കോച്ചസ് അവരൊക്കെ. അവരെ പേര് പറയുമ്പോൾ എനിക്ക് സന്തോഷമുള്ളത്. ഹൗ മെനി ഓഫ് യു ഗോട്ട് ഇറ്റ്? ഐ ലവ് മൈ സ്റ്റുഡൻസ്. ഐ വോണ്ട് ദം ടു ഗ്രോ. അവരിൽ കൂടെ ഞാൻ അറിയപ്പെടുന്നത്, അല്ല എന്നിൽ കൂടെ അല്ല ഞാൻ അറിയപ്പെടുന്നത്. ഇപ്പോൾ തന്നെ യൂട്യൂബിലൊക്കെ എന്നെ അറിയാൻ തുടങ്ങിയ ചിലർ 1 മാസം 2 മാസം 3 മാസമായിട്ടുള്ളൂ. അതിൻ്റെ അപ്പുറത്ത് മുമ്പ് അറിയില്ല, എന്നെ അറിയില്ല. കാരണം ഐ നെവർ ഗോ ടു ദ ഫെയിം ലൈറ്റ്. ഐ ഡോണ്ട് ഗോ ഫോർ ദാറ്റ്. കാരണം ഞാൻ വളരെ ഒരു ഇൻട്രോവേർട്ട്. ഐ ലൈക്ക് ടു ബി ഇൻ ദ ബാക്ക്, ബട്ട് അറ്റ് ദ സെയിം ടൈം ഐ ലവ് ഡെവലപ്പിംഗ് പീപ്പിൾ. ഹൗ മെനി ഓഫ് യു ഗോട്ട് ഇറ്റ്? സേ ജി ഐ ഗോട്ട് ഇറ്റ്. സോ ഐ എം ജസ്റ്റ് ഗോയിങ് ടു ടെൽ അബൌട്ട് ഇറ്റ്. ഓക്കെ, സോ ഇത് എങ്ങനെ നടക്കുക എന്നുള്ളത് ശരിക്കും മനസ്സിലാക്കുക. വ്യത്യസ്ത രീതിയിലാണ് ഇത് നടക്കല്. നമ്പർ 1, എല്ലാ ആഴ്ചയും നിങ്ങൾക്ക് ഏകദേശം 1 മണിക്കൂർ, ഓക്കെ, ചിലപ്പോൾ ചില വീഡിയോസ് ചിലപ്പോൾ 1 മണിക്കൂറിനേക്കാളും മേലുണ്ടാവും. ഓരോ ആഴ്ചയിലും 1 മണിക്കൂർ അതിന് വേണ്ടി മാറ്റിയേക്കാണ് ഞാൻ പറഞ്ഞത്. 1 മണിക്കൂറത്തെ വീഡിയോ നിങ്ങൾക്കുണ്ടാവും ഓരോ ആഴ്ചയും. ആ വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്യണം. ഇപ്പോൾ ഒരു വീഡിയോ വാച്ച് ചെയ്യുന്ന പറയാൻ നിങ്ങൾ പറയും എനിക്ക് യൂട്യൂബിൽ പോയാലും വാച്ച് ചെയ്യല്ലോ, ഇതായിട്ട് എന്താ കാര്യം? അതൊരു കാര്യമുണ്ട്. ആ വീഡിയോ കുറച്ച് ദിവസത്തിന് മാത്രമേ ഉണ്ടാവുള്ളൂ. യൂട്യൂബിലൊക്കെ അത് സ്ഥിരമായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് തരുന്ന ടൈം പീരീഡിനുള്ളിൽ അത് വാച്ച് ചെയ്തിരിക്കണം. അല്ലാതെ നിങ്ങൾക്ക് ലൈഫ് ടൈം ആക്സസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ കോഴ്സുകളൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ഒരിക്കലും ആ കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, വീഡിയോ കംപ്ലീറ്റ് ചെയ്തില്ല. എത്ര പേര് അത് അംഗീകരിക്കേണ്ടത്? നിങ്ങൾക്ക് ലൈഫ് ടൈം ആക്സസ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടല്ലോ എന്നുള്ളത്. ഇത് എങ്ങനെയെന്നറിയോ? നമ്മൾ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നമ്മളെല്ലാം ചെയ്യും. ആ പെണ്ണിന് വേണ്ടി നമ്മളെല്ലാം ചെയ്യും. അല്ലെങ്കിൽ പെണ്ണാണെങ്കിൽ ആണിന് വേണ്ടി എല്ലാം ചെയ്യും. കാരണം അത് കിട്ടൂല എന്നുള്ള കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു വെക്കൂല. ശരിയല്ലേ? കല്യാണം കഴിഞ്ഞ് ഇത് നമ്മളുടെ ആയല്ലോ എന്നുള്ളൊരു ഇതാണ്. പിന്നെ എന്തൊക്കെയോ നല്ല നല്ല വാക്കുകൾ അതൊക്കെ മറന്നിട്ടുണ്ടാവും. നിങ്ങളല്ലേ പണ്ട് കല്യാണത്തിന് മുമ്പ് ഇന്നതൊക്കെ പ്രോമിസ് ചെയ്ത്, എന്ത് പ്രോമിസ് അതൊക്കെ മറന്നു പോയിട്ടുണ്ടാവും. അപ്പം ഓർക്കുക, ലൈഫ് ടൈം ഇല്ല അവിടെ, ആ പരിപാടി ഇല്ല. ഓക്കെ, ഐ വോണ്ട് ടു ബി വെരി ക്ലിയർ അബൌട്ട് ഇറ്റ്. നിങ്ങൾ ആക്ഷൻ എടുത്തേ മതിയാവും. സോ ഇറ്റ് വുഡ് ബി ഫോർ 3 weeks or 4 weeks മാക്സിമം നിങ്ങൾ കണ്ടേ മതിയാവും. നിങ്ങളുടെ നോട്ട്സ് ഉണ്ടാക്കാം. സോ ലെറ്റ് മീ ഗോ ബാക്ക്. നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ ആഴ്ചയിലൊരു വീഡിയോ ഉണ്ടാവും. ആ വീഡിയോ ശരിക്ക് വാച്ച് ചെയ്തിട്ട് നോട്ട്സ് ഉണ്ടാക്കാം. ഇവിടെ എത്ര പേരാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ എത്ര പേരാണ് ഇവിടെ ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾ, ഓൺട്രപ്രനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ എത്ര ആയിരുന്നു? ടൈപ്പ് ചെയ്യോ. Those who are business owners and business leaders and business into business, very good. ഇത് നിങ്ങളുടെ ലീഡർഷിപ്പ് ഒരുപാട് മാറ്റങ്ങൾ വരുത്തും. നിങ്ങൾ വരുത്തും. കാരണം ഒരുപാട് എൻ്റെ ലീഡേഴ്സിൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് പഠിക്കുന്നുണ്ട്. അത് എക്സ്പെൻസീവാണ്, അതിനൊന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് ഇത് മാത്രം ചെയ്താൽ മതി. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. നമ്പർ 2, പ്രൊഫഷണൽസ് ആയിട്ട് എത്ര പേരുണ്ട്? അത് P എന്ന് ടൈപ്പ് ചെയ്യാം. പ്രൊഫഷണൽസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ എത്ര ആളുണ്ട്? P എന്ന് ടൈപ്പ് ചെയ്യാം. ഗുഡ്, എക്സലന്റ്. നിങ്ങൾക്ക് ടീച്ചർ ആവാം, നിങ്ങൾക്ക് ഒരു ഡോക്ടർ ആവാം, നിങ്ങൾക്ക് ഒരു അഡ്വക്കേറ്റ് ആവാം, ലോയർ, എക്സെട്ര. ബ്യൂട്ടിഫുൾ. അത് രണ്ടുമല്ല. സ്റ്റുഡൻസ് ആയിട്ടുള്ള ആൾക്കാർ എത്ര ഉണ്ട്? S എന്ന് ടൈപ്പ്. സ്റ്റുഡൻസ് ആയിട്ടുള്ള ആൾ എത്ര പേരുണ്ട്? S എന്ന് ടൈപ്പ് ചെയ്യാം. ബ്യൂട്ടിഫുൾ. യു ഗോട്ട് എ സ്റ്റുഡൻറ്റ് ഹാഫി. ഇന്നലെ ഒരു വീഡിയോ കണ്ടില്ല? തീർച്ചയായിട്ടും പോയിട്ട് യൂട്യൂബിൽ ആ വീഡിയോ കാണാം. എത്ര പേര് കണ്ടിട്ടുണ്ട് ആ കുട്ടീൻ്റെ വീഡിയോ? എനിക്ക് ആ കുട്ടി ആരാന്നൊരു അറിയില്ല കേട്ടോ. എനിക്ക് സൂപ്പർ കുട്ടി. എന്തെന്നറിയോ ആ കുട്ടി? എനിക്ക് ആ കുട്ടി ആരാന്നറിയില്ല, ആണാണോ പെണ്ണാന്ന് പോലും അറിയില്ല. പക്ഷെ ഞാൻ വാച്ച് ചെയ്തപ്പോൾ ഞാൻ മോളേന്ന് എവിടേക്കോ പറഞ്ഞു, 2-3 പ്രാവശ്യം മോളേന്ന് പറഞ്ഞു. ശരിക്കും മോളെ തന്നെയാണ് തോന്നുന്നത്. മനസ്സിലായി? എനിക്ക് വോയിസ് മാത്രമേ കേൾക്കണു ആ കുട്ടീൻ്റെ. പിന്നെ ആ കുട്ടി പറഞ്ഞു ഞാൻ സ്കൂൾ സ്റ്റുഡൻ്റ് ആണെന്ന് പറഞ്ഞു. അത് കണ്ടേ മതി. ഇങ്ങനത്തെ ലീഡേഴ്സാണ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ടത്.
ബ്യൂട്ടിഫുൾ യങ് ചാമ്പ്യൻ ഐ വുഡ് സേ. ഗുഡ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ ആവാം, നിങ്ങൾ വർക്കിംഗ് പ്രൊഫഷണൽ ആവാം, നിങ്ങൾക്കൊരു ഓൺടർപ്രണർ ആവാം, നിങ്ങൾക്ക് സ്റ്റുഡൻ്റ് ആവാം, നിങ്ങൾക്ക് ഒരു ജോലി ഇല്ലാതെ വീട്ടിലിരിക്കുന്ന ഒരു ഹോം മേക്കറാവാം. എത്ര പേര് ഹോം മേക്കേഴ്സ് ഉണ്ട്? HM എന്ന് ടൈപ്പ് ചെയ്യാം. ഹോം മേക്കേഴ്സ് എത്ര പേരുണ്ട്? ഹോം മേക്കേഴ്സ് ആയിട്ടുള്ള ഒരു ജോലിയില്ല, പക്ഷെ ജോലി കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ, ഒന്ന് സെൽഫായിട്ട് ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തി, ഇതിൽ എല്ലാവർക്കും ലീഡർഷിപ്പ് ആവശ്യമാണ്. അല്ലാതെ ലീഡർഷിപ്പ് ഒരു പദമല്ല, ഒരു ടൈറ്റിലല്ല. ലീഡർഷിപ്പ് എല്ലാവരുടെ വിജയത്തിൻ്റെയും ഒരു ജീവിതത്തിൽ നമ്മൾ തോൽവിൻ്റെയും ജയത്തിൻ്റെ ഒറ്റ കാരണം ലീഡർഷിപ്പാണ്. അത് എപ്പോഴും എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നെക്സ്റ്റ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തരും. ആ വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്യുക, അത് കംപ്ലീറ്റ് നോട്ട് ചെയ്തേക്കുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങളെ ഗ്രൂപ്പിനെ ചെറിയ ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. നിങ്ങളുടെ സമയം അനുസരിച്ചിട്ടും, നിങ്ങൾ ഏത് ലൊക്കാലിറ്റിയിലാണ്, ചിലപ്പോൾ വ്യത്യസ്ത കൺട്രിയിലാണെങ്കിൽ ആ ലൊക്കാലിറ്റി നിങ്ങളുടെ സൗകര്യം അനുസരിച്ചിട്ട് 2, 3, 4 ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഈ ഗ്രൂപ്പിനെ നമ്മൾ മാസ്റ്റർ മൈൻഡ് എന്നാണ് പറയുക. എല്ലാവരും MM ടൈപ്പ് ചെയ്യാം. മാസ്റ്റർ മൈൻഡ്, ഇവിടെയാണ് ചേഞ്ചസ് വരില്ല. മാസ്റ്റർ മൈൻഡ് ടൈപ്പ് ചെയ്യാം. മാസ്റ്റർ മൈൻഡ് പങ്കെടുത്ത ആൾക്കാർ എത്ര പേരുണ്ട്? എന്ന് ടൈപ്പ് ചെയ്യാം. എത്ര പേര് മാസ്റ്റർ മൈൻഡ്, ഞങ്ങളെ മാസ്റ്റർ മൈൻഡ്സിലൊക്കെ പങ്കെടുത്തവർ എത്ര പേര്? അത് കണ്ടോ, ഓരോരുത്തർ പറഞ്ഞത് ഇത് ഭയങ്കര പവർഫുള്ളാണ്. മാസ്റ്റർ മൈൻഡിലാണ് നമ്മൾ എന്താണോ ആ ആഴ്ച പഠിച്ചത് അതിനെ പറ്റിയിട്ടാണ് ഡിസ്കഷൻ നടത്തുന്നത്. അതായത് ഞാൻ എങ്ങനെ ക്ലാസ് നടത്തിയെന്ന എല്ലാ ഡിസ്കഷൻ അവിടെ എങ്ങനെയാണ് നിങ്ങൾക്കത് അപ്ലൈ ചെയ്യാം, നിങ്ങളുടെ ജീവിതത്തിൽ എവിടെ അപ്ലൈ ചെയ്യാം, എവിടെ അപ്ലൈ ചെയ്തു, എവിടെ അപ്ലൈ ചെയ്തിട്ട് നടന്നില്ല, എവിടെ അപ്ലൈ ചെയ്ത് നടന്നു, എന്തൊക്കെയാണ് പുതിയ, ഇതിനെ പറ്റി ഡിസ്കഷൻ നടത്തുന്ന ഒരു പാനലാണ് മാസ്റ്റർ മൈൻഡ്. ഇതിൽ വളരെ കുറഞ്ഞ ആൾക്കാരുണ്ടാവുള്ളൂ. ദാറ്റ് ഈസ്, ഞാൻ പറഞ്ഞല്ലോ, ഒരു 8 പേര്, 8 മുതൽ 12 പേര് വരെ ആവാം, അതിൻ്റെ മേലാവാൻ പാടില്ല, അത്ര പേരേ പാടുള്ളൂ. അത് മാസ്റ്റർ മൈൻഡ്. ഈ മാസ്റ്റർ മൈൻഡ് തീരുമ്പോഴേക്കിനും നിങ്ങൾക്ക് ആ ഒരു ആഴ്ചത്തെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. നിങ്ങളത് നോട്ട്സ് ചെയ്തേക്കുക. എത്ര പേർക്ക് മനസ്സിലായി? ഇത്രയേ ഉള്ളൂ. ഇത് അപ്ലൈ ചെയ്യുക, ജീവിതത്തിൽ അപ്ലൈ. എത്ര പേർക്ക് മനസ്സിലായി? CC എന്ന് ടൈപ്പ് ചെയ്യുക. ക്രിസ്റ്റൽ ക്ലിയർ. വേറെ ഒന്നുമില്ല. വീഡിയോ വാച്ച് ചെയ്യുക, എല്ലാ വീഡിയോ വാച്ച് ചെയ്യുക. ആഴ്ചയിൽ നിങ്ങൾക്ക് സൗകര്യമുള്ള ദിവസം നമ്മൾ തീരുമാനിക്കും. ആ ഒരു തീരുമാനിച്ച ദിവസം ആ ഒരു ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാം. മനസ്സിലായില്ലേ? ഇനി ഇതിൻ്റെ പ്രത്യേകത, മറ്റൊരു പ്രത്യേകത, ഈ ഒരു നമ്മൾ ബാച്ച് പറയുന്നത് മലയാളത്തിൻ്റെ ബാച്ചാണ്. ഓക്കെ, നിങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ടാവും. ഓക്കെ, ആ ഗ്രൂപ്പിൻ്റെ പേര് മാസ്റ്റർ മൈൻഡ് ജംഗിൾ എന്ന്. എല്ലാവരും ടൈപ്പ് ചെയ്യുക. MMJ എന്ന് ടൈപ്പ് ചെയ്യുക. മാസ്റ്റർ മൈൻഡ് ജംഗിൾ, MMJ എന്ന് ടൈപ്പ് ചെയ്യുക. എല്ലാവരും ടൈപ്പ് ചെയ്യുക. MMJ. I'm going to talk about MMJ. ഈ MMJൻ്റെ പ്രത്യേകത, നിങ്ങൾ സീനിയേഴ്സ് ആയിട്ടുള്ള ഒക്ടോബർ ബാച്ച് ഉണ്ട്, നവംബർ ബാച്ച് ഉണ്ട്, ഡിസംബർ ബാച്ച് ഉണ്ട്, ജാനുവരി ഇംഗ്ലീഷ് ബാച്ച് ഉണ്ട്, നിങ്ങളെ മലയാളം ബാച്ച് ഉണ്ട്. ഈ ബാച്ചുകളിലൊക്കെ നടക്കുന്ന മാസ്റ്റർ മൈൻഡിൻ്റെ ലിങ്ക്, സൂം ലിങ്ക് ഈ ഒരു MMJയിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവും. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? നിങ്ങൾക്ക് നിങ്ങളുടേതായ മാസ്റ്റർ മൈൻഡ് ഉണ്ടാവും. അത് കൂടാതെ ഈ MMJയിൽ ഏതൊക്കെയോ ബാച്ചസ് ഉണ്ട്. 24 നമ്മൾ ഓരോരോ ഇതായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പം 24 ആഴ്ചകൾ എത്രയോ ആൾക്കാരുണ്ട്, അതിൽ എന്തൊക്കെയോ ആണ് മാസ്റ്റർ മൈൻഡ് നടക്കുന്നത്. അതിൻ്റെയൊക്കെ ലിങ്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഏത് മാസ്റ്റർ മൈൻഡിൽ കയറിയിട്ട് നിങ്ങൾക്ക് പഠിക്കാം. ഹൗ മെനി ഓഫ് യു ഗോട്ട് ഇറ്റ്? അതായത് ചിലപ്പോൾ നിങ്ങൾ ഇന്ന് ജോയിൻ ചെയ്തിട്ടുണ്ടാവും, ഒരു മാസ്റ്റർ മൈൻഡ് നടക്കുന്നുണ്ട്, അത് 14ാമത്തെ ആഴ്ചൻ്റെ മാസ്റ്റർ മൈൻഡ്. കയറി പഠിക്കണ വല്ല തെറ്റുണ്ടോ? യെസ് ഓർ നോ? കയറി പഠിക്കണ വല്ല തെറ്റുണ്ടോ? ഒരു അറിവ് നേരത്തെ കിട്ടണ വല്ല തെറ്റുണ്ടോ? യെസ് ഓർ നോ? അബ്സല്യൂട്ട്ലി. നിങ്ങൾ ഫ്രീയാ, നിങ്ങൾ പോയി പഠിക്കുക എന്നല്ല. എത്ര മാസ്റ്റർ മൈൻഡിൽ നിങ്ങൾക്ക് പോകണമെങ്കിൽ പഠിക്കാം. ഞാൻ ഒരു പൈസയും അതിന് എക്സ്ട്രാ ഇല്ല. നിങ്ങൾ എത്രയും നല്ല മാസ്റ്റേഴ്സ് ആവാൻ പറ്റും അത്രയും നല്ലതാണ്. ഹൗ മെനി ഓഫ് യു ഗോട്ട് ഇസ് എ ക്രിസ്റ്റൽ ക്ലിയർ? എല്ലാവരും ക്രിസ്റ്റൽ ക്ലിയർ. അത് നിങ്ങളുടെ മാസ്റ്റർ മൈൻഡ് ഉണ്ടാവും. അത് കൂടാതെ മാസ്റ്റർ മൈൻഡ്സാണ് ഞാൻ ഇത് പറഞ്ഞത് കേട്ടോ. അത് കൂടാത്ത മാസ്റ്റർ മൈൻഡാണ് ഇത് പറഞ്ഞത്. ഇനി ഒരു മാസം നിങ്ങൾ പങ്കെടുത്തെന്ന് വിചാരിക്കാം. ഒരു മാസം നിങ്ങൾ അതല്ല, ഇത് 6 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വീണ്ടും, ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് 1 വർഷം വരെ വരാം. നിങ്ങൾക്ക് എന്ത് വേണം ചെയ്യാം. നിങ്ങൾ നോട്ട്സ് ഒക്കെ ഉണ്ടാക്കണം. ഇനി സർട്ടിഫിക്കേഷൻ്റെ കാര്യം പറയാം. അതാണ് സർട്ടിഫിക്കേഷൻ. ഞാൻ പറഞ്ഞു പ്രൈമറി അല്ല. ഓക്കെ, ഇറ്റ്സ് നോട്ട് പ്രൈമറി. സർട്ടിഫിക്കേഷന് വേണ്ടി ഇങ്ങോട്ട് വരുത്. ഹൗവർ ഞങ്ങൾ ഇത് സർട്ടിഫിക്കേഷൻ തരും. എങ്ങനെയാണ് സർട്ടിഫിക്കേഷൻ തരാമെന്ന് പറഞ്ഞുതരാം. 48 ആഴ്ചകളിൽ ചുരുങ്ങിയത് 40 ആഴ്ച മാസ്റ്റർ മൈൻഡ്സിൽ, നിങ്ങളുടെ ക്ലാസ്സിലെ മാസ്റ്റർ മൈൻഡ്, ഗ്രൂപ്പ് മാസ്റ്റർ മൈൻഡ്സിൽ, നിങ്ങളുടെ മാസ്റ്റർ മൈൻഡിൽ നിങ്ങൾ പങ്കെടുത്തിരിക്കണം. എത്ര പേർക്ക് മനസ്സിലായി? 48 ടൈപ്പ് ചെയ്യാൻ. 48ൽ 40 ആഴ്ച നിങ്ങൾ പങ്കെടുക്കുക. ഗാലറിയിൽ ഇരിക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞു, പങ്കെടുക്കണം. അതിൽ ഇൻട്രാക്ട് ചെയ്യുക. കാരണം എല്ലാ മാസ്റ്റർ മൈൻഡ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും.
അതിൽ പങ്കെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും സർട്ടിഫിക്കറ്റ് കിട്ടും. ആ സർട്ടിഫിക്കറ്റിന് വില ഉണ്ടോ? തീർച്ചയായിട്ടും. ഇനി എന്താണ് സർട്ടിഫിക്കറ്റിൻ്റെ വില എന്നൊന്ന് പറഞ്ഞുതരാം. അത് ശരിക്കും മനസ്സിലായി. നിങ്ങൾക്ക് എന്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയാലോ, അത് കോളേജ്, യൂണിവേഴ്സിറ്റി, ഡിപ്ലോമ, വാട്ട് എവർ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വാട്ട് ഈസ് എ സർട്ടിഫിക്കറ്റ്? സർട്ടിഫിക്കറ്റ് ഈസ് ജസ്റ്റ് ആൻ എൻട്രി ഡോക്യുമെൻറ്റ്. എത്ര പേര് അംഗീകരിക്കുന്നുണ്ട്? ഒരു എൻട്രിക്കുള്ള ഡോക്യുമെൻ്റ് ആണ് സർട്ടിഫിക്കേഷൻ. എത്ര പേര് അംഗീകരിക്കുന്നുണ്ട്? അതൊരു പാസ്പോർട്ടാണ് നിങ്ങൾക്ക് ഒരു ജോലിയിലേക്കുള്ള ഒരു പാസ്പോർട്ട് ആണ് ഒരു സർട്ടിഫിക്കറ്റ്. ആ വാല്യൂ അനുസരിച്ചിട്ടുണ്ടോ സർട്ടിഫിക്കറ്റ്? വെറുതെ എല്ലാ സ്ഥലത്തും കിട്ടുന്ന സർട്ടിഫിക്കറ്റ്. നിങ്ങൾക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്യാം. എൻ്റെ വെബ്സൈറ്റ് ഉണ്ടാവും, അതിൽ കറക്റ്റായിട്ട് താഴെ പറഞ്ഞിട്ടുണ്ടാവും, എൻ്റെ സിഗ്നേച്ചറിൻ്റെ താഴെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടാവും ഞാൻ ലെസ് ബ്രൗണിൻ്റെയും ജോൺ മാക്സ്വെലിൻ്റെ അംഗീകരിക്കപ്പെട്ട ലൈസൻസ്ഡ് ആയിട്ടുള്ള കോച്ചാണ്, സ്പീക്കറാണ് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അത് വാല്യൂ ഉണ്ടോ? പറയാം. അത് വാല്യുബിൾ ആണോ? യു ടെൽ മീ, ഈസ് ഇറ്റ് വാല്യുബിൾ? നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, സൈൻ ഞാൻ ചെയ്തിട്ടുണ്ടാവും, എൻ്റെ സൈനിൻ്റെ താഴെ, ഓക്കെ, എൻ്റെ സൈനിൻ്റെ താഴെ ഞാൻ ആരെന്നുള്ള അതിൽ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ജോൺ മാക്സ് എന്ന് വെച്ചാൽ ലോകത്തെ ഏറ്റവും വലിയ ലീഡർഷിപ്പ് ട്രെയിനർ, കോച്ച്, സ്പീക്കറാണ്. രണ്ടാമത്തെ ലെസ് ബ്രൗൺ ഏറ്റവും നല്ല മോട്ടിവേഷൻ സ്പീക്കറാണ്. ഇവർ രണ്ടാളുടെ അംഗീകരിക്കപ്പെട്ട ലൈസൻസ് ഹോൾഡർ. സ്റ്റുഡൻറ്റ് മാത്രമല്ല, ലൈസൻസ് ഹോൾഡറാണ്, ലൈസൻസ് കോച്ചാണ്, ലൈസൻസ് സ്പീക്കറാണ്, ലൈസൻസ് ടീച്ചറാണ് ഞാൻ. അപ്പോൾ അത് താഴെ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പം ഈ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ട്. ചിലർ ചോദിക്കും ഇത് വാല്യൂ ഉണ്ടോ? വാല്യൂ ഇല്ലാത്ത ഇതാണ് എൻട്രി ആണ്. പക്ഷേ മനസ്സിലാക്കുക, നിങ്ങൾക്കൊരു ജോലി കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് നിങ്ങളൊരു ബിസിനസ് ഓണറാണെങ്കിൽ ഇതിന് ആവശ്യം തന്നെ ഇല്ല. നിങ്ങളുടെ ബിസിനസ്സാണ്, നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. ഇതിൻ്റെ രണ്ടാമത്തെ ഘട്ടമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സർട്ടിഫിക്കറ്റ് അല്ല, എൻട്രി അല്ല, നിങ്ങളെ കമ്പനിയിൽ എത്ര കാലം നിലനിന്ന് പോകണോ അത് ഡിപ്പെൻഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് അല്ല, നിങ്ങളുടെ റിസൾട്ടാണ്. ഐ വോണ്ട് എവരി വൺ ടു ടൈപ്പ് റിസൾട്ട്. നിങ്ങൾക്ക് റിസൾട്ട് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒരു വിലയില്ല. ഹൗ മെനി ഓഫ് യു ഗോട്ട്? ഐ വോണ്ട് എവരി വൺ ടു ടൈപ്പ് റിസൾട്ട്സ് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഈ സർട്ടിഫിക്കറ്റിന് യാതൊരു വിലയില്ല, ഒരു വിലയില്ല. ഞാൻ എപ്പോഴും പറഞ്ഞു, എനിക്കറിഞ്ഞ ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്, അവർ MBBS കഴിഞ്ഞ, പക്ഷേ ഇന്ന് അവർ വർക്ക് ചെയ്യണില്ല. അവർ സർട്ടിഫിക്കേഷൻ ഉണ്ട്, പക്ഷേ അവർ ഒരിക്കലും വർക്ക് ചെയ്യുന്നില്ല. കാരണം ചിലപ്പോൾ പേടിയായിരിക്കാം, എന്തെങ്കിലുമായിരിക്കും, അത് ഞാൻ പറഞ്ഞില്ല. അതേപോലെ തന്നെ ഇതിൻ്റെ കാര്യം. ഇപ്പം ഞാൻ പല ആൾക്കാരും കോച്ചിങ് ചെയ്ത് വന്നാന്ന് പറയും, കോച്ചസാണ്, ഇൻ്റർനാഷണൽ കോച്ചാന്നൊക്കെ പറയും. ഞാൻ പറയും ഒക്കെ നല്ലതാണ്. ഞാൻ ഇൻ്റർനാഷണൽ കോച്ച് ഞാൻ പറഞ്ഞു, ഞാൻ 48 രാഷ്ട്രങ്ങളൊക്കെ പോയി എത്രയോ പ്രാവശ്യം ഞാൻ ട്രെയിൻ ചെയ്ത വ്യക്തിയാണ്. പക്ഷെ ഞാൻ എവിടെയും ഇൻ്റർനാഷണൽ എന്നുള്ള പദം യൂസ് ചെയ്യില്ല. ഇന്റർനാഷണൽ കോച്ച് എന്നൊന്നും പറയില്ല. ചിലർ ഗ്ലോബൽ കോച്ച് എന്നൊക്കെ പറയില്ല. ഞാൻ പഠിച്ച എന്താ ഈ സംഭവം, ഗ്ലോബൽ കോച്ച് എന്താണെന്ന് ഞാൻ ചിലപ്പം ചോദിക്കാറുണ്ട്. അടുത്ത പദം എന്താണെന്നുള്ളത് ഞാൻ ആലോചിച്ചിരിക്കുക. 10 വർഷം കൂടെ കഴിഞ്ഞാൽ ഗ്ലോബലൊക്കെ മാറി പുതിയ പദമായിരിക്കും വരില്ല. അങ്ങനെ ആലോചിച്ചിരിക്കുക എന്തായിരിക്കും. ഞാൻ ഗ്ലോബലും അല്ല, ഇന്റർനാഷണൽ, ഞാൻ സാധാരണ ഒരു കോച്ചാണ്. പക്ഷെ എന്താ ഇവർക്ക് പറ്റുക? കോച്ച് ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. കോച്ച് ചെയ്യാൻ പറ്റില്ല. എൻ്റെ കോച്ചിങ് നിങ്ങൾ കാണണമെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ പോയി കണ്ടാൽ തന്നെ കാണാൻ പറ്റും നിങ്ങൾക്ക് കോച്ചിങ് എന്താണെന്നുള്ളത്. എത്ര പേര് കണ്ടിട്ടുണ്ട്? ഹൗ മെനി ഓഫ് യു സീൻ ദാറ്റ്? ഇറ്റ്സ് റൈറ്റ്. ഇന്നൊക്കെ ഞാൻ ഒരു ടൗണിൽ പോയപ്പോൾ ആൾക്കാർ വന്നൊരു ഫോട്ടോ എടുക്കുക, നിങ്ങളുടെ കോച്ചിങ് കണ്ടിട്ട് എനിക്കറിയാത്ത വ്യക്തികളെ വന്നൊരു ഫോട്ടോ എടുക്കുക. അവർ പറഞ്ഞു ഞങ്ങളുടെ ജീവിതം മാറ്റി നിങ്ങളെ കോച്ചിങ് ആണ്. എനിക്ക് ഈ കോച്ചിന് ആരാന്നും അറിയില്ല, ഒന്നും അറിയില്ല. ഐ എം ജസ്റ്റ് ഡൂയിങ് ഇറ്റ് അബ്സല്യൂട്ട്ലി ഫ്രീ. That's how you can bring changes in life. So going back, അപ്പോൾ സർട്ടിഫിക്കേഷൻ്റെ കാര്യം പറഞ്ഞു. നിങ്ങൾ സർട്ടിഫിക്കേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ 40 സെഷൻസ് നിങ്ങൾ ഇത് ചെയ്തിരിക്കണം, പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കണം, എങ്കിൽ മാത്രമേ നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഉള്ളൂ. ഇനി ഒരു പുതിയൊരു സംഭവം ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നുണ്ട്, പുതിയത്. അപ്പോൾ ഇതുവരെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈക്ക് ഓൺ ചെയ്തിട്ട് എന്നോട് സംസാരിക്കാം. അത് കഴിഞ്ഞിട്ട് അടുത്ത് ഞാൻ പറഞ്ഞുതരാം. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്യുക. എല്ലാവർക്കും അൺമ്യൂട്ട് ചെയ്യാം, അതിൻ്റെ സൗകര്യം ഞാൻ ചെയ്തിട്ടുണ്ട്. അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ആദ്യം ചോദ്യം ചോദിക്കുക. അത് ചോദ്യങ്ങൾ ചോദിച്ച ശേഷം പിന്നെ ഞാൻ മറ്റ് റെസ്പോണ്ട് ചെയ്തോളാം. ലെറ്റ് മീ റെസ്പോണ്ട് ടു യുവർ ക്വസ്റ്റ്യൻസ്. എനി ക്വസ്റ്റ്യൻസ് ദാറ്റ് യു ഹാവ് നൗ. ചാറ്റിലിടണ്ട, ജസ്റ്റ് ആസ്ക് മീ ദ ക്വസ്റ്റ്യൻ. സോ somebody said no doubt, Hafi said no doubt. That's what motivated. Hi sir. Yes, please. Yeah, I just have one thing regarding, ഇപ്പോൾ സാർ പറഞ്ഞില്ലേ 40 out of 48 നമ്മൾ 40 അറ്റൻഡ് ചെയ്തിരിക്കണം. അതിൽ ബേസിക്കലി ഇപ്പൊ നമ്മള് സ്മോൾ സെറ്റ് ഓഫ് നമ്മളുടെ ഗ്രൂപ്പിന്റെ കൂടെ ഉള്ള ഒരു മാസ്റ്റർ മൈൻഡ് ഉണ്ടാവും, പിന്നെ വലിയ ഒരു മാസ്റ്റർ മൈൻഡും ഉണ്ടാവുമോ? You meant that there was, if we have to attend 40 ഉണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. അപ്പോ നമുക്ക് ചെറിയ ഗ്രൂപ്പിന്റെ കൂടെ ഒരു മാസ്റ്റർ മൈൻഡ് ഉണ്ടാവും, അതല്ല പക്ഷെ വലിയൊരു ഗ്രൂപ്പിന്റെ കൂടെ ഉള്ള മാസ്റ്റർ മൈൻഡ് നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോഴേ ഉള്ളൂ നമുക്ക് ആ ഒരു ലൈക്ക് ഐ തിങ്ക് ഇറ്റ്സ് മോർ എക്സ്പീരിയൻസ് വി ഗെറ്റ് ഇറ്റ് ഫ്രം ദെയർ. അതായിരിക്കും right what you meant, right? Yeah, exactly. So like when does these masterminds happen usually? I missed a bit in the beginning, so maybe I don't know.
No issues at all. അത് നിങ്ങളാ തീരുമാനിക്കുക. You can decide. You will be sitting along with the team. We'll say, okay, there are two options. ഇപ്പം ഞാൻ കണ്ട ഞങ്ങൾക്ക് ഡിസംബർ ബാച്ചിൽ ഒരു ഇഷ്യൂ വന്നു. അത് നവംബറിൽ ഒരു പ്രശ്നം വന്നില്ല, ഒക്ടോബറിൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നം, ഡിസംബറിൽ ഒരു ഇഷ്യൂ വന്നു. അപ്പോഴാണ് ഞാൻ ഇന്നാണ് ശരിക്കും ഞാൻ ആലോചിച്ചത്. ഞാനൊരു സംഭവം ഇപ്പോൾ റീസെൻ്റ്ലി പഠിച്ച ഒരു കാര്യമുണ്ട്, അത് ഞാൻ നിങ്ങളെ ഷെയർ ചെയ്യാൻ. When you show somebody two things, they would buy one. നിങ്ങളൊരു വ്യക്തിക്ക് 2 സാധനം കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അവരൊന്ന് പർച്ചേസ് ചെയ്യും. ഇഫ് യു ഷോ ദം 3 things, then you confuse them. എത്ര പേർക്ക് മനസ്സിലായി? നിങ്ങൾ 2 സാധനം മാത്രം കാണിച്ചു കൊടുത്താൽ ആൾ ഷോപ്പ് ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷേ ആ വ്യക്തിക്ക് 3 സാധനം കാണിച്ചു കൊടുത്ത ആൾ അയ്യോ 3 ഇത് ഏതാ വാങ്ങിക്കാന്ന് വാങ്ങിക്കാതെ അടുത്ത ഷോപ്പിൽ പോയി വാങ്ങിക്കും. How many of you got it? This was a technique used by a very successful business person many years back. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ബിസിനസ്മാൻ്റെ രഹസ്യം ഞാൻ 2 ദിവസം മുമ്പ് പഠിച്ചു. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഈ മിസ്റ്റേക്കാണ് ഡിസംബറിൽ ചെയ്തത്. ഡിസംബറിൽ ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തു. ഡു യു വാണ്ട് ഇൻ ദ മോർണിംഗ്, ഡു യു വാണ്ട് ഇൻ ദ ഈവനിങ്, ഡു യു വാണ്ട് ഇൻ മൺഡേ, ഡു യു വാണ്ട് ഇൻ ട്യൂസ്ഡേ. അങ്ങനെ കൊടുത്തപ്പം ആൾക്കാർ ചിലർ 1-2 പേര് ട്യൂസ്ഡേ പറയും, മറ്റൊരാൾ വൈകുന്നേരം പറയും. അങ്ങനെ ഞങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിപ്പോയി. ഏത് ഡിസംബർ ബാച്ച് മാത്രം, ഡിസംബർ ഇംഗ്ലീഷ് ബാച്ച്. സോ here we are making it very clear. 2 options. Morning, evening. Run option there. Just run option. If you want to come in the morning, that's absolutely fine. If you can come in the evening, absolutely fine. Day, we'll decide one specific day. We are planning to have it at 9 o'clock. 9 o'clock would be the best time because you're back from the office, so you can sit and you can focus and you can do your mastermind. Morning aanengil we'll find out a time, maybe it's 8 o'clock or before 8 o'clock. We'll find out time so that those who are in the Middle East avarku joli cheyandavu ravile pondi varum kana 7 o'clock and mikvaru ella Middle East companies open cheyile. So based on the timing, we'll finish that as well. How many of you got it? രണ്ട് timing, either evening or morning. നിങ്ങൾ മോർണിംഗ് മിസ് ചെയ്യാൽ വൈകുന്നേരം നിങ്ങൾക്ക് പങ്കെടുക്കാം. ഇപ്പോൾ ഈ ഒരു ചോദ്യം ഇവിടെ ലീഡർ ചോദിച്ച ചോദ്യം 40 ലെസൺസ് പഠിക്കണം എന്നുള്ളത്. ഇപ്പോൾ നിങ്ങളുടെ സെഷൻ നിങ്ങൾക്ക് മിസ്സായെന്ന് വിചാരിക്കുക. മറ്റേതെങ്കിലും ആ ഒരു ലെറ്റ്സ് സേ വീക്ക് നമ്പർ 11 മിസ്സായി, അന്ന് നിങ്ങൾക്ക് വെഡ്ഡിംഗ് ആണെന്ന് വിചാരിക്കുക. You missed it, no issues at all. You go and attend the week number 11 with other batch. വൈകുന്നേരം നടക്കുന്ന ബാച്ചിൽ പോയി പങ്കെടുക്കുക. We are flexible in those things. Okay, നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരാതിരിക്കാനുള്ള ഒരു പണി ഞങ്ങൾ എടുക്കില്ല. How many of you got it? How many of you got it? We would definitely love that you take the certificate, snatch the certificate from us. How many of you got it? Say got it. Crystal clear. Okay. മറ്റത് it's all bonus. ഇത് നിങ്ങൾക്ക് മറ്റേ ടീമിൻ്റെ നിങ്ങൾക്ക് എത്രത്തോളം I want every one. ഞാൻ എപ്പോഴും പറഞ്ഞൊരു 5 കാര്യമുണ്ട്. ഓക്കെ, എല്ലാം എഴുതേണ്ട ആവശ്യമില്ല. I call it മാറ്റ്, കാറ്റ്, ഫാറ്റ്, പാറ്റ് ആൻഡ് സാറ്റ്. 5 കാര്യം ഞാൻ പറയാനുണ്ട്. ഇതിൽ ആദ്യത്തെ മാത്രം ഞാൻ പറയാം. മാസീവ് ആക്ഷൻ ടേക്കേഴ്സ്. ഒരിക്കലും ചിലർ ആക്ഷൻ ടേക്കേഴ്സ് ആയിരിക്കും, ചിലർ മാസീവ് ആക്ഷൻ ടേക്കർ. എനിക്ക് എത്രത്തോളം ഫസ്റ്റ് ക്ലാസ് ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ആവണമെന്ന് ആഗ്രഹിക്കുക. അങ്ങനത്തെ ഒരു മറ്റേ ക്ലാസ്സുകളൊന്നും ഒഴിവാക്കില്ല. ദേ വിൽ ഫൈൻഡ് ടൈം ടു ഗോ ആൻഡ് ലേൺ ഫ്രം അതർ മാസ്റ്റർ മൈൻഡ് ക്ലാസ്സസ്. ഹൗ മെനി ഓഫ് യു ഗോട്ട് ഇറ്റ്? അത് നിങ്ങൾക്ക് ബോണസ് ആണ്. വെദർ യു ഡു യു ഡോണ്ട് ഡു, ദാറ്റ്സ് അപ് ടു യു. You do it, you don't do it, that's up to you. But we give you the opportunity to go and learn something and grow in your life. We are not holding anything. കാരണം ഓരോ മാസ്റ്റർ മൈൻഡ്സ് നടക്കുമ്പോഴും അതിൻ്റെ ലീഡേഴ്സ് ഡിഫറെൻ്റ് ആയിരിക്കും, അതിൻ്റെ പാർട്ടിസിപ്പൻസ് ഡിഫറെൻ്റ് ആയിരിക്കും, അതിൻ്റെ ക്വസ്റ്റനിങ് ഡിഫറെൻ്റ് ആയിരിക്കും, അവരുടെ പെർസ്പെക്റ്റീവ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഒരേ കോച്ചിൻ്റെ അടുത്ത് പഠിക്കുന്നതും വ്യത്യസ്ത കോച്ചസിൻ്റെ അടുത്ത് പഠിക്കും വ്യത്യസ്ത പെർസ്പെക്റ്റീവ്സാണ് നിങ്ങൾക്ക് കിട്ടില്ല. സോ ദിസ് ഇസ് എൻ ഓപ്പർച്യൂണിറ്റി. അത് ഈ പ്രാവശ്യം ഫസ്റ്റിലാണ് ഞങ്ങൾ ചെയ്യുന്നത് കേട്ടോ. ലെറ്റ് മീ ടെൽ യു, ദിസ് എ ബിഗ് ചാലഞ്ച്. എങ്ങനെ ഇത് വർക്ക്ഔട്ട് ചെയ്യാന്നുള്ളത് ഇപ്പോഴും കറക്റ്റായിട്ടില്ല. But we are going to give you that. So that നിങ്ങൾ ഇംഗ്ലീഷ് ആയിരിക്കും ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഈ ഒരു ബാച്ചാണ് ആദ്യത്തെ മലയാളം ബാച്ച്, which is going to start from the 12th. ആദ്യത്തെ മലയാളം ബാച്ച്, മറ്റേതൊക്കെ ഇംഗ്ലീഷ് ആയിരിക്കും. ഇംഗ്ലീഷ് ആണെങ്കിൽ നിങ്ങൾ ഇരിക്കുക, കേൾക്കുക, എന്നിട്ട് അതിന് മനസ്സിലാക്കുക. ഇപ്പം എത്ര പേർക്ക് മനസ്സിലായി? If you got that one, crystal clear. CC, please. And I believe that I answered your question, the leader who asked me this question. Actually, what I meant, I'm really sorry because I'm causing little disturbances. No. What ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ sir, no, I was actually confused regarding weekly once we will have this mastermind session, right? Yeah. If I did not get it wrong. Yeah, it's once in a week. Because you will be sending us one session every week. That's correct. എന്നിട്ട് പിന്നെ ഞങ്ങള് ഒരു ദിവസം ഈ പഠിച്ച ലെസന് ഒരു ദിവസം ഇരുന്നിട്ട് നമ്മളെ ഗ്രൂപ്പിന്റെ കൂടെ അതിന്റെ മാസ്റ്റർ മൈൻഡ് ചെയ്യും. Exactly correct. Right? Yeah, okay. Absolutely correct. So and each time I'm just trying to get it clear for myself. I don't know, hope it helps. അപ്പോൾ നമുക്ക് ഓരോ ടൈമിലും ആ സെഷനിൽ ഡിഫറെന്റ് ലീഡേഴ്സ് ആയിരിക്കും നമ്മളെ ഹോസ്റ്റ് ചെയ്യുക. I meant to say, right? നിങ്ങൾ തന്നെ ലീഡേഴ്സ് ആവുക. You will become the leader within yourself.
Okay, okay, നിങ്ങൾ okay. നിങ്ങൾ നിങ്ങൾ 8 പേരാണ്, ഒരാൾ മാത്രം ലീഡർഷിപ്പിന്റെ പ്രോഗ്രാം. യു ഓൾ ഹാവ് ടു ബിക്കം ലീഡേഴ്സ്, am I right? Okay, yeah, when you said there will be like leaders from the previous batch who will be supporting us, we thought that it will be like, okay, we have somebody experienced in the group, so that's what I meant. ഓക്കെ, ഐ ആം ഗോയിങ് ടു എക്സ്പ്ലെയിൻ ദാറ്റ്. ഇത് രണ്ട് Yes. രീതിയിലുണ്ടാവില്ല. ഇപ്പം നമ്മൾ 8 പേരുണ്ട് വിചാരിക്കുക. ഈ 8 പേര് ഞങ്ങൾ ഒരു ലീഡറും തരും, എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഒരു ലീഡറും തരും. ഹി ഓർ ഷീ വുഡ് ബി സ്റ്റാർട്ടിങ് മേ ബി ഫോർ ദ ഫസ്റ്റ് കപ്പിൾ ഓഫ് വീക്സ് ഓർ സംതിങ് ദേ വിൽ ബി സ്റ്റാർട്ടിങ്, ഓർ സംടൈംസ് വി വിൽ പുട്ട് ഇറ്റ് ഫോർ ദ എൻറ്റയർ 48 വീക്സ്. നമ്മളിപ്പോൾ ഡിസംബറിൽ അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വോളണ്ടിയേഴ്സ് ആയിട്ടുള്ള ലീഡേഴ്സ് വന്നിട്ടുണ്ട്. വിൽ ഡു ഇറ്റ് എന്ന് പറഞ്ഞിട്ട്. അത് മാസീവ് ആക്ഷനാണ്. അവർ പറയും ഞങ്ങൾ പഠിച്ചാൽ മാത്രമേ ഞാൻ വിൽ ഗോ ആൻഡ് കോച്ച് വിൽ. അപ്പം വിൽ സേ ഓക്കെ കം ഇൻ. സോ യു വിൽ ബി വർക്കിംഗ് വിത്ത് യുവർ സെൽഫ്, and wherever possible I'll be putting one volunteering leader with you. So experienced leaders. You're with me? You're with me? The leader who asked me this question. Yes, sir, I got Okay, it. so there would be I'm just trying to understand. Yeah. I would rather call them a facilitator. Facilitator എന്ന് പറയാം. ആ ഒരു ഫെസിലിറ്റേറ്റർ ഉണ്ടാവും. ടു ചെക്ക് എല്ലാവരും കറക്റ്റായിട്ട് ടൈമിംഗ് കിട്ടുന്നുണ്ടോ എന്നുള്ള ഒരു ഫെസിലിറ്റേറ്റർ തീർച്ചയായിട്ടും ഉണ്ടാവും. സോ യു വിൽ ബി ഡെവലപ്പ്. അത് കൂടാതെ ഇടയ്ക്ക് നിങ്ങൾക്കും ചാൻസ് തരും. വിൽ ടെൽ യു ഓക്കെ നൗ യു ഹാവ് ടു ബി ദ ഫെസിലിറ്റേറ്റർ. യു ഗോട്ട് മീ? സോ അവിടെ ഒരു സോ ദാറ്റ് യു ഡെവലപ്പ് യുവർ മീറ്റിംഗ് സ്കിൽസ്. മീറ്റിംഗ്സ് ഒക്കെ നടത്തേണ്ടത്. സോ ഹൗ ഡു യു കണ്ടക്ട് എ മീറ്റിംഗ്, ഹൗ ഡു യു സ്റ്റാർട്ട് എ മീറ്റിംഗ്, ഹൗ ഡു യു കൺക്ലൂഡ് എ മീറ്റിംഗ്. അപ്പോൾ നിങ്ങൾക്കും ആ ചാൻസ് ഉണ്ടാവും. You got me? So it's not that one person becomes a leader. You all become the leader within that small cluster. You with me? Clear ആയോ അത് ആ ഒരു ഭാഗം? അപ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഒരാൾ എന്തായാലും ഉണ്ടാവും. അത് കൂടാതെ നിങ്ങളും ലീഡർഷിപ്പ് ഏറ്റെടുത്തിട്ട് നിങ്ങളും ചിലപ്പം ഒരാഴ്ച നിങ്ങളായിരിക്കും ചിലപ്പോൾ ലീഡ് ചെയ്യുക, അടുത്ത ആഴ്ച വേറെ ആളായിരിക്കും ലീഡ് ചെയ്യുക. സോ that is how it's going to happen. Next question please. സർ, വീക്കെൻഡിലാണോ ക്ലാസ് ഉണ്ടായിരിക്കുക? ഇത് ക്ലാസ് ഒക്കെ നിങ്ങളാ തീരുമാനിക്കില്ലേ? നിങ്ങളാണ് തീരുമാനിക്കില്ല. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ടൈം തരും. എന്നിട്ട് നമ്മൾ ഒരൊറ്റ ഒരു ആഴ്ചയിൽ ഒന്നില്ലെങ്കിൽ വീക്കെൻഡോ വീക്ക് ഡേ എന്നാണോ ഏറ്റവും ഭൂരിഭാഗം ആൾക്കാർ പറഞ്ഞത് വൈകുന്നേരം 9 മണിക്കാണ് ക്ലാസ് വെക്കുക. അത് ബുധനാഴ്ച ആയിക്കോട്ടെ, ഓക്കെ ബുധനാഴ്ച. എല്ലാവരും പറയും തിങ്കളാഴ്ച ആയിക്കോട്ടെ, തിങ്കളാഴ്ച. സോ നിങ്ങളാണ് ഡിസൈഡ് ചെയ്യല്. ഓക്കെ, ഞാനല്ല, നിങ്ങളാണ്. നിങ്ങളുടെ സൗകര്യം അനുസരിച്ചിട്ടാണ് അത് ഡിസൈഡ് ചെയ്യുക. ഓക്കെ സർ, അവര് ചോദിച്ച ചോദ്യത്തിൽ എനിക്കൊരു ഡൗട്ട് വന്നത്, മാസ്റ്റർ മൈൻഡിന്റെ ഡിസ്കഷൻ അല്ലാതെ സാർ എടുക്കുന്ന ക്ലാസ് റെക്കോർഡാണോ അല്ലെങ്കിൽ ലൈവ് ആയിരിക്കുമോ? എൻ്റെ ക്ലാസ് വീഡിയോസ് ആണ്. ശ്രദ്ധിക്കുക, എൻ്റെ ക്ലാസ് എന്ന് വെച്ചാൽ വീഡിയോസ് ആണ്. ഒരാഴ്ച നിങ്ങൾക്ക് വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും, അത് നിങ്ങൾക്ക് വാച്ച് ചെയ്യാൻ. അത് കൂടാതെ മാസ്റ്റർ മൈൻഡ് ലൈവാണ്. മാസ്റ്റർ മൈൻഡ് ലൈവാണ്. ഞായറാഴ്ച എൻ്റെ ലൈവാണ്. ഇതേപോലെ മനസ്സിലായോ? ഓക്കെ ഓക്കെ എൻ്റെ ലൈവ് ഉണ്ട്. എല്ലാ ഞായറാഴ്ചകളിലും എൻ്റെ ലൈവ് ഉണ്ട്. രാവിലെ 9 മണി മുതൽ 10:15, 10:30, 10:45, 11, 12 മണി. നിങ്ങൾ സംശയം തീരുന്ന വരെ ഞാൻ ഉണ്ടാവും. മനസ്സിലാവുണ്ടോ? അത് ഞായറാഴ്ച ദിവസം ലൈവായിട്ടാണ്. നിങ്ങൾ ചോദ്യം ചോദിക്കണം. നിങ്ങൾ ആ ഒരു ലീപ്പിൽ എവിടെയൊക്കെ ബുദ്ധിമുട്ടാണ് അത് ചോദിക്കാം. അതിൻ്റെ പുറത്തേക്ക് കുറച്ച് നിങ്ങൾക്ക് ഓക്കെ ഞാൻ സിൻസേ ഞാൻ ഈ ഒരു ഇത് ഞാൻ ഇവിടെ യൂസ് ചെയ്ത് എൻ്റെ കമ്പനിയിൽ യൂസ് ചെയ്ത് ഇന്നതാണ് സംഭവിച്ചത്, അതെങ്ങനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. മനസ്സിലാണ്? പ്രാക്ടിക്കലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. യോ വിത്ത് മീ? മനസ്സിലായില്ലേ? എവിടെ എന്നോട് ചോദ്യം ചോദിച്ച ലീഡർ എവിടെ? ഓക്കെ സാർ, മനസ്സിലായി. ഓക്കെ, അപ്പം ഒന്ന് വീഡിയോ ഉണ്ടാവും, ഒന്ന് മാസ്റ്റർ മൈൻഡ് ഉണ്ടാവും. മാസ്റ്റർ മൈൻഡ് ലൈവാണ്. ഞാൻ ഉണ്ടാവില്ല. ചിലപ്പോൾ ഞാൻ കയറി വരും. ഓക്കെ, ചിലപ്പോൾ ഞാൻ കയറി വരും, കാരണം ലിങ്ക് ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ ഞാൻ ഫ്രീ ആണ്, ഞാൻ കയറി വരും. അത് കൂടാതെ ഞായറാഴ്ചകളിൽ ഞാൻ എന്തായാലും ഉണ്ടാവും. ഓക്കെ ഓക്കെ ഓക്കെ. എനി അതർ ക്വസ്റ്റ്യൻ പ്ലീസ്? ഹലോ, ഹായ്. വോയിസ് ക്ലിയർ അല്ലേ? ആ ക്ലിയർ ആണ്, ക്ലിയർ പറഞ്ഞു. ഞാൻ മനസ്സിലാക്കിയത് സൻസി പറയുന്നത്, നമുക്കൊരു നിങ്ങളെ വീഡിയോ തരും, നമ്മൾ സ്റ്റഡി ചെയ്തിട്ട് ആ വീഡിയോ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരു ഡിസ്കഷൻ. അതെ അതെ, അങ്ങനല്ല? അതെ. അതില് നമ്മൾ 8 പേര് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരു ഡിസ്കഷൻ വെക്കുന്നു. നമുക്കൊരു ലീഡർ നമുക്ക് തരും, അത് നോക്കാൻ. അത്രയല്ല, അങ്ങനല്ലേ പറയുന്നത്? എക്സാക്ട്ലി എക്സാക്ട്ലി. ഡിപ്പെൻഡ് ഓൺ യുവർ വീഡിയോ. എങ്ങനെ ഒന്ന് പറഞ്ഞോളൂ. നിങ്ങൾ തരുന്ന ആ ആഴ്ചയിൽ തരുന്ന വീഡിയോ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ലേ ഡിസ്കഷൻ വരുന്നത്? അബ്സല്യൂട്ട്ലി. ഓരോ ആഴ്ചയിൽ അതാണ് ടോപ്പിക്. ഓക്കെ, അത് ഒരാഴ്ചക്കുള്ള ഒരു വീഡിയോ, ഒരു സിംഗിൾ വീഡിയോ. ഒരു സിംഗിൾ ആവണമെന്നില്ല. അത് ചിലപ്പം ബ്രേക്ക് 15 മിനിറ്റ്സിന് വീഡിയോ ആയിരിക്കും. പക്ഷെ എല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഏകദേശം 1 മണിക്കൂറിൻ്റെ അടുത്തുണ്ടാവും.
ഒരു മണിക്കൂർ, ഓൾമോസ്റ്റ് ഒരു മണിക്കൂർ വരുന്നല്ലേ? അതെ അതെ ആ അതെ വീഡിയോ വെച്ചിട്ട് ആഴ്ചയിൽ നമ്മൾ തീരുമാനിക്കുന്ന ഒരു സമയത്ത് ഡിസ്കഷൻ വെക്കുന്നു. എക്സാക്ട്ലി കറക്റ്റ്. ഇവിടെ ഒന്ന് തിരുത്താനുള്ളത്, ഞങ്ങൾ ഇന്നേ വരെ ഇത് ഒരു ഇൻസ്ട്രക്ടറെ ഉണ്ടായിരുന്നില്ല. നിങ്ങൾ തന്നെയാണ് എല്ലാം ചെയ്യല്. നിങ്ങൾ തന്നെ തീരുമാനിക്കുക, ഓക്കെ ഇന്ന് ഞാനാണ് ഇത് ലീഡ് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ തന്നെ ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു ലീഡറിന്, ഒരു ഫെസിലിറ്റേറ്റർ എന്ന രീതിയിൽ ഒരു വ്യക്തിനെ അപ്പോയിന്റ് ചെയ്യാൻ തീരുമാനിച്ചു. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു, അതാണ് സെക്കൻഡ് സ്റ്റേജ്. ഞാൻ പറഞ്ഞില്ല, കുറച്ച് ഒന്നും കൂടെ പറയാണ്ടെന്ന് പറഞ്ഞില്ല, ആ സെക്കൻഡ് സ്റ്റേജ് ഞാൻ പറയാൻ കാത്തിക്കാം. ഓക്കെ, താങ്ക് യു. Thank you very much. Any other question? മാസ്റ്റർ മൈൻഡിൽ വന്ന് ഡിസ്കഷൻ നടത്തിയാൽ മാത്രമേ നിങ്ങൾ ഗ്രോ ചെയ്യുള്ളൂ കേട്ടോ. ഞാൻ വീണ്ടും പറയും, വെറുതെ വന്നിട്ട് ഇരുന്നിട്ട് ഗാലറിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയായി മാറരുത്, ഗ്രോ ചെയ്യില്ല നിങ്ങൾ. ഓക്കെ, പറഞ്ഞോളൂ കേട്ടോ, ചോദിച്ചോളൂ. ആദ്യത്തെ ആള് സാർ, ഇതില് ലീപ്പില് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ലീഡർ ആകാൻ പറ്റും, ലീഡർഷിപ്പ് സ്കിൽസും ഒക്കെ അക്വയർ ചെയ്യാൻ പറ്റും. തീർച്ചയായും, ഒരു ഡൗട്ട്, ഒരു ഇതില് ജോയിൻ ചെയ്താൽ നമുക്ക് കോച്ചിങ് പഠിക്കുന്നുണ്ടോ? ഇതിൽ എങ്ങനെയാണ് കോച്ച് ചെയ്യേണ്ടതെന്ന് പഠിക്കുന്നുണ്ടോ? ഇല്ല, കോച്ചിങ് വ്യത്യാസമുണ്ട് ഇതിൽ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതിൽ നിങ്ങൾ ആ സ്പീക്കിംഗ് കപ്പാസിറ്റി കൂടും. കോച്ചിങ് അല്ല, കോച്ചിങ് ടോട്ടലി ഡിഫറൻസ് സാധനമാണ്. അത് വേറെ ടെക്നിക്ക് തന്നെ. അത് CTCM എന്ന് പറഞ്ഞ പ്രോഗ്രാമാണത്. ഓക്കെ, ഒന്ന് മനസ്സിലാക്കുക, എല്ലാ ലീഡേഴ്സിനും കോച്ചിങ് അറിഞ്ഞിരിക്കണം. മനസ്സിലാവുണ്ടോ? എല്ലാ ലീഡേഴ്സിനും കോച്ചിങ് അറിഞ്ഞിരിക്കണം. കാരണം കോച്ചിങ് ലീഡർഷിപ്പിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷെ അത് ഈ ഒരു ഇതിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് വേറെ സ്റ്റാൻഡേർഡ്. കാരണം എല്ലാം കൂടെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ കംപ്ലീറ്റ് ഓവർവെൽം ആവും. അപ്പോൾ അത് കണക്കാക്കിയിട്ട് ഞങ്ങൾ അത് മാറ്റി വെച്ചാണത്. മനസ്സിലായോ? ഞാൻ ആദ്യത്തെ ആളുടെ ഒന്ന് ആൻസർ കംപ്ലീറ്റ് ചെയ്തോ. ഞാൻ നിങ്ങളടുത്ത് വരാം. ഇത് മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഇതിൽ കോച്ചിങ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. കോച്ചിങ് വേറെയാണ്, പബ്ലിക് സ്പീക്കിംഗ് വേറെ. ഞങ്ങളൊന്ന് കൂടുതലൊന്നും അതിലേക്കൊക്കെ ഞാൻ ആദ്യം ചെയ്തു. ഇപ്പോൾ ഞാൻ അത് എടുക്കില്ല. ഇപ്പോൾ ഞാൻ പബ്ലിക് സ്പീക്കിൻ്റെ അല്ല, പ്രൊഫഷണൽ സ്പീക്കിംഗ് PSPM എന്ന് പറഞ്ഞ പ്രോഗ്രാമുണ്ട്, പ്രൊഫഷണൽ സ്പീക്കിംഗ് പ്രസൻറ്റേഷൻ മാസ്റ്ററി എന്ന് പറഞ്ഞാൽ. അതിലൊക്കെ വളരെ ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികളൊക്കെ ഇന്ത്യയിലെ ഏറ്റവും നല്ല സ്പീക്കേഴ്സായിട്ട് മാറിയിട്ടുണ്ട്. ജനായാസറൊക്കെ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയും കൂടെ കേരളത്തിലെ ഏറ്റവും നല്ല സ്പീക്കറായിട്ട് കിട്ടിയത് എൻ്റെ സ്റ്റുഡൻ്റാണ്. അപ്പോൾ അങ്ങനത്തെ കുട്ടികളെ ഞങ്ങൾ വളർത്തിയെടുത്തിട്ട് അങ്ങനത്തെ, അതായത് ടോസ്റ്റ് മാസ്റ്റേഴ്സുള്ള വ്യക്തികളൊക്കെ ഇവിടെ വന്ന് പഠിക്കുന്നുണ്ട്. ഒരുപാട് ടോസ്റ്റ് മാസ്റ്റേഴ്സ് ഉണ്ട്, JCI പോലത്തെ ക്ലബിലൊക്കെ പഠിച്ചവർ ഇവിടെ വന്നിട്ട് വീണ്ടും ബ്രഷ് ചെയ്യാൻ വരുന്നുണ്ട്. അപ്പം അതിൻ്റെ സ്പീക്കിംഗ് അത് കംപ്ലീറ്റ് വേറെ തന്നെയാണ്. ഇത് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് സ്പീക്കിംഗ് അറിഞ്ഞിരിക്കണം, കോച്ചിങ് അറിഞ്ഞിരിക്കണം, പക്ഷെ അതിനു മുമ്പ് ലീഡർഷിപ്പ് അറിഞ്ഞിരിക്കണം. അതാണ് ഇവിടെ നമ്മൾ ശരിയാക്കി തരുന്നത്. താങ്ക് യു വെരി മച്ച്. യെസ് പ്ലീസ്. ഞാൻ ചോദിക്കേണ്ട ചോദ്യം ആൻസർ പറഞ്ഞു. ഞാൻ ചോദിച്ചത് സ്പീക്കിംഗ് കപ്പാസിറ്റി ആൻഡ് പ്രസന്റേഷൻ, അത് രണ്ടും ആൻസർ ഓൾറെഡി പറഞ്ഞു. താങ്ക് യു. അത് വരുന്നുണ്ട്. അത് ഫെബ്രുവരിയിൽ ഞാനും എൻ്റെ സ്റ്റുഡൻറ്റ് സഫ മജീദ് എന്ന് പറഞ്ഞിട്ട്, ഇപ്പം നിങ്ങൾ ചിലപ്പോൾ ഇന്നൊക്കെ ഇതിൽ കണ്ടിട്ടുണ്ടോ, വാട്സപ്പിൽ കണ്ടിട്ടുണ്ടോ, കമ്മിങ് സൂൺ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് സഫ എൻ്റെ സ്റ്റുഡൻ്റാണ്. ഷീ ഈസ് എ വെരി ഗുഡ് കോച്ച്. അപ്പം സഫി ഞാനും കൂടി ചേർന്നിട്ട് പ്രൊഫഷണൽ സ്പീക്കിംഗ് പ്രസൻറ്റേഷൻ മാസ്റ്ററി എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാമിൻ്റെ അതിൻ്റെ സെക്കൻഡ് ലെവലിൽ കൊണ്ടുവരുന്നുണ്ട്. സോ അത് ഇതും കൂടെ മിക്സ് ചെയ്ത്, അത് കംപ്ലീറ്റ് കൺഫ്യൂസ്ഡ് ആണ് നിങ്ങൾ. സോ ഇത് ലീഡർഷിപ്പാണ്. ഞങ്ങൾ എപ്പോഴും പറയില്ല, PO1 എന്ന് പറയും, ദാറ്റ് ഈസ് ദ പവർ ഓഫ് വൺ. ഒന്നിൽ മാത്രം ഫോക്കസ് ചെയ്യാം. എല്ലാത്തിലും ചെയ്ത് കഴിഞ്ഞാൽ യു വോണ്ട് ബി മാസ്റ്റർ എനിത്തിങ്. അത് നിങ്ങൾക്ക് ടൈം ഉണ്ടാവില്ല, ഓവർവെൽമിങ് ആയിരിക്കും. ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാം. അതിനുശേഷം ഞാൻ പറയും, ഓക്കെ ഇനി നിങ്ങൾ അത് ചെയ്താന്ന് പറയുമ്പോൾ at that time you can go for the other one. Hi Ibad. ഞാൻ സെഷനിലാണ്, ഞാൻ തിരിച്ചു വിളിക്കാം. Thank you very much. Okay, so that was Ibad Rahman. How many of you know him? Yeah, well YouTuber, super YouTuber. He's a fantastic. നമ്മൾ കണ്ടിരുന്നു, നിങ്ങളെ അതിൽ വന്ന വീഡിയോ ഒക്കെ കണ്ടിരുന്നു. Ibad Rahman. Yeah, he's a good man of a good heart. That's what I would say. So simple. ഇബാദ് റഹ്മാൻ്റെ പറ്റി ഒരു കാര്യം പറയാം. ഇബാദ് റഹ്മാൻ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഇൻട്രോവേർട്ടാണ്. എന്നെക്കാളും വലിയൊരു ഇൻട്രോവേർട്ട് ഞാൻ കണ്ടിട്ടുള്ള ഇബാദിനെ. ബട്ട് സീ ദ വേ ആൻ ഇൻട്രോവേർട്ട് ക്യാൻ ബിക്കം എ ചാമ്പ്യൻ. എത്ര പേർക്ക് അറിയാം, മനസ്സിലായത്? സോ നിങ്ങൾക്ക് ഇൻട്രോവേർട്ട് ആവാം. ചിലർ പറഞ്ഞു ഞാൻ ഇൻട്രോവേർട്ടാണ്, എനിക്കൊരു എക്സ്ട്രോവേർട്ടായി മാറുന്നത്. നിങ്ങൾ എന്തിനാണ് എക്സ്ട്രോവേർട്ട് ആവുന്നത്? ആവശ്യമില്ല. എക്സ്ട്രോവേർട്ട് നിങ്ങൾ ജനിച്ച എക്സ്ട്രോവേർട്ടായി ബിക്കം എൻ എക്സ്ട്രോവേർട്ട്. ഡോണ്ട് ബിക്കം എൻ ഇൻട്രോവേർട്ട്. ആൻഡ് ഇഫ് യു ആർ എൻ ഇൻട്രോവേർട്ട്, then be an introvert. That's how you have to be.
ഓക്കെ, ഗുഡ്. അപ്പം ഇനി വേറെന്താ ചോദ്യമുള്ളത്? ഇപ്പോൾ വരെ പറഞ്ഞതിൽ വല്ല ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് ഉണ്ടെങ്കിലും ചോദിച്ചു, ഞാൻ പറഞ്ഞുതരാം. ഇനി ഞാൻ ഇത് ജസ്റ്റ് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഐ ജസ്റ്റ് ഷോ യു. ഇതിൻ്റെ വെബ്സൈറ്റിൽ പോയാൽ തന്നെ കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ എല്ലാവർക്കും സ്ക്രീൻ? ഓക്കെ, അപ്പോൾ ദിസ് ഇസ് ഇത് വെബ്സൈറ്റിൽ ഇതിൻ്റെ പേര് ടൈപ്പ് ചെയ്യുന്നത് faruqsensei.com എന്ന് ടൈപ്പ് ചെയ്താൽ തന്നെ യു വിൽ ഗെറ്റ് എവറിത്തിങ്. വാട്ട് ഈസ് മൈ എക്സ്പീരിയൻസ്, എത്ര പേര് ഇപ്പോൾ ഇതൊക്കെ അമേരിക്കൻ ബെസ്റ്റ് കോച്ചസ്, ഇവരൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ്. എന്നെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഇതിൽ അമേരിക്കൻ പ്രസിഡന്റ് കാൻഡിഡേറ്റ് പോലും ഉണ്ട്. ദിസ് ആർ ഓൾ ഗ്രേറ്റ്. ഇതൊക്കെ അയാറ്റൻ്റെ ട്രെയിനേഴ്സ്, ടോപ്പ് ട്രെയിനേഴ്സ്. ഇത് ലെസ് ബ്രൗണ്ട് ട്രെയിനറാണ്. ഇതൊക്കെ എയർബസ് ഇൻഡസ്ട്രിയിലെ സീനിയേഴ്സ് ആണ്. ഇത് ഹർ നെയിം ഇസ് പോളിംഗ് വെച്ചാൽ ഇത് ഷീസ് എൻ എക്സ്പെർട്ട് കോച്ച് ഫ്രം ദ UK, നൗ സെറ്റിൽഡ് ഇൻ ദ US. ഇത് ഞാൻ എപ്പോഴും പറയാനുള്ള ഒരു പാരന്റിങ്ങിനെ പറ്റി ബുക്ക് ചെയ്തിട്ടുള്ള ഷീസ് മൈ വെരി ഗുഡ് കൊളീഗ്. ഈ ഒരു ലേഡി, ഷീസ് ഫ്രം ടർക്കി റൈറ്റ് നൗ. ബുക്ക് ചെയ്തതിനെ പറ്റി ഒന്നും അറിയണ്ടായിരുന്നില്ല. ഇന്ന് ദ ബെസ്റ്റ് കോച്ചാണ്. ബുക്ക് റൈറ്റ് ചെയ്യുന്നതിൽ ഏറ്റവും ഓതേഴ്സിൻ്റെ കോച്ചാണ് ടുഡേ. ദ ഓൾ ഗോൺ ത്രൂ ദിസ്. ഇതിൻ്റെ ക്രെഡൻഷ്യൽസ് നിങ്ങൾക്ക് നോക്കാം ഇവിടെ. ദെൻ ഇപ്പോൾ നിങ്ങൾക്ക് റിയാസ് ഹക്കീം, അതല്ല ഞാൻ പറഞ്ഞ ചില പേരുകളൊക്കെ ഇവിടെ കാണാം. ഷഹനാസ് അലി, യു കെൻ സി ഷമീറ ബുഖാരി, യു കെൻ സി അനീഷ് മോഹൻ, സഫ മജീദ്. ഇതൊക്കെ ടോപ്പ് ലീഡേഴ്സാണ്. ദേ ഓൾ ബീൻ ട്രെയിൻ ബൈ മീ. ഇവിടെയൊക്കെ കണ്ട മുനീർ അമീറൊക്കെ ഓതേഴ്സാണ്. മിക്കവാറും എല്ലാവരും ഓതേഴ്സാണ്. ഇതാണ് നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ലാത്ത FAQ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ആവശ്യം ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മിക്കവാറും സംഭവങ്ങൾ ഇവിടെ ഉണ്ടാവും. ഓൾ ക്വസ്റ്റ്യൻസ്, എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ഇല്ല ഇവിടെ. ഈ ക്വസ്റ്റ്യനിൽ ഇല്ലെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിച്ചുള്ളൂ. ഞാൻ ഡെഫിനറ്റ്ലി അത് FAQയിൽ ഞാൻ പോയിട്ട് ഫില്ലപ്പും ചെയ്തോളാം. സോ ദാറ്റ് യു ഗെറ്റ് എവറിത്തിങ്. ഇവിടെ ഇതിൻ്റെ കോണ്ടന്റ് പോലും ഇതുണ്ട്. എന്താ നിങ്ങൾ പഠിക്കാറുണ്ട് വീക്ക് നമ്പർ 1, വീക്ക് നമ്പർ 2. ഇതും ഒന്നും കൂടെ പറഞ്ഞു തരാം. ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് ചിലപ്പോൾ ഇതൊക്കെ മാറും. കണ്ടോ, കോണ്ടന്റ് കംപ്ലീറ്റ് ഇവിടെ കോണ്ടന്റ്. നിങ്ങൾ 48 വീക്സിന് കംപ്ലീറ്റ് കോണ്ടന്റ് ഉണ്ട് അവിടെ. ദ ടേബിൾ ഓഫ് കോണ്ടന്റ് എന്ന് പറയില്ലേ, ഓക്കെ, അത് കംപ്ലീറ്റ് ഇവിടെ ഉണ്ട്. ഓക്കെ, സോ യു ഗോട്ട് എവറിത്തിങ് ഹിയർ. നിങ്ങൾ faruqsensei.com പോയാൽ മതി. വേറെ ഒരു പേജിൽ ഈ ഒരു പേജ് മാത്രമേ ഉള്ളൂ. വേറെ ക്ലിക്ക് ചെയ്തിട്ട് എങ്ങോട്ടും പോകാനില്ല. ഇഫ് യു വോണ്ട് ടു കം ആൻഡ് ടോക്ക് ടു മീ, യു ജസ്റ്റ് ഹാവ് ടു ക്ലിക്ക് ഹിയർ ആൻഡ് യു ക്യാൻ ജസ്റ്റ് സ്പീക്ക് ടു മീ. ദാറ്റ്സ് ഇറ്റ്. സോ സിമ്പിൾ. അത്രയും സ്ട്രെയിറ്റ് ഫോർവേഡ് ആക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. എനി ക്വസ്റ്റ്യൻസ് ടിൽ നൗ? സെൻസെ, എനിക്കൊരു ഡൗട്ട് വന്നിട്ട്, നമ്മൾ ഈ മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പ് ത്രൂ ഔട്ട് ദ 48 വീക്സ് സെയിം ഗ്രൂപ്പ് ആയിരിക്കുമോ? സെയിം ഗ്രൂപ്പ് തന്നെ ആയിരിക്കും. സെയിം ഗ്രൂപ്പ് ആയിരിക്കും. അത് ചിലപ്പോൾ ലെറ്റ്സ് സേ അതിൽ നമ്പേഴ്സ് കുറയുക അല്ലെങ്കിൽ പാർട്ടിസിപ്പേഷൻ കുറയുകയാണെങ്കിൽ നമ്മൾ വേറെ ഗ്രൂപ്പിലേക്ക് മാറ്റും. ഓക്കെ, കാരണം പാർട്ടിസിപ്പേഷൻ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ശരിയല്ലേ? വെറുതെ ഗ്രൂപ്പിൽ ഇരുന്നിട്ട് വർത്താനം പറയാത്ത 10 ആൾക്കാർ ഇരുന്നിട്ട് യാതൊരു കാര്യമില്ല. Am I right? So it has to be very active. So നിങ്ങൾ പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ just we'll move you to some other group to ensure that you are there. The whole thing is you have to grow. It's all about growth. You know, it's all about growing and developing. ഈ കമ്പനിയുടെ പേര് തന്നെ ലെഡ്ജ് ഇന്റർനാഷണൽ. ലെഡ്ജ് സ്റ്റാൻഡ്സ് ഫോർ ലേൺ, എംപവർ, ഡെവലപ്പ്, ഗ്രോ ആൻഡ് എക്സൽ. LEDGE. So you have to grow. That's the whole purpose, and we are there to help you grow. Got it. Thank you. You're most welcome. Anybody else? Any question? ഹായ് സെൻസി, നൗഫലായിരുന്നു. പറഞ്ഞു. ഞാൻ ആദ്യം ഇംഗ്ലീഷിൽ കയറിയിട്ട് ചാടിപ്പോയ ആളാ, അറിയാം. ഇംഗ്ലീഷിൽ ജോയിൻ ചെയ്തിട്ട് മാറിയ മലയാളത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന ആളാണ്. എന്തായാലും താങ്ക്സ്. ഞാൻ വേറെ ഒന്നും ഡൗട്ട്സ് ഒന്നും ഇല്ല, ജസ്റ്റ് ഒന്ന് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. Thank you very much. Thanks a lot. I appreciate that. Anybody else? ഇല്ല, ഇതുവരെ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ചോദിക്കാം. സാർ എന്നുള്ള വിളി ഒഴിവാക്കട്ടെ. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു വിളിയായി സാർ എന്നുള്ള വിളി. സെൻസായി എന്ന് വിളിച്ചു, എന്റെ പേര് വിളിച്ചു. എനിക്ക് പേര് ഭയങ്കര ഇഷ്ടമാണ്. സോറി, ഇപ്പൊ ഈ ക്ലാസ് വരുന്നതേ മലയാളത്തില് അല്ലോ വരാം. ഇപ്പൊ നമ്മുടെ കൂടുതലുള്ള ആൾക്കാരൊക്കെ ഇംഗ്ലീഷ് പറയുമ്പോഴേ നമുക്കത് കറക്റ്റ് ചിലപ്പോ തിരിച്ചങ്ങോട്ട് പറയാൻ ഡിസ്കഷൻ നടത്തുമ്പോ മനസ്സിലായില്ല എന്ന് വരും. അപ്പൊ അതെന്ത് ചെയ്യുന്ന? നിങ്ങളെ ഗ്രൂപ്പിൽ മലയാളീസ് മാത്രമേ ഉള്ളൂ? അതെ. നിങ്ങൾ ഈ ഒരു മലയാളത്തിന്റെ ഒരു ഗ്രൂപ്പിൽ മലയാളം മാത്രമേ ഉള്ളൂ, ഇംഗ്ലീഷ് ഇല്ല അല്ലേ? വേറെ ഗ്രൂപ്പുകളാണ് ഇംഗ്ലീഷുള്ള. ഇത് മലയാളം ഗ്രൂപ്പ് മാത്രമാണ്. ഓക്കെ, നിങ്ങൾ ഇംഗ്ലീഷിലാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഇംഗ്ലീഷിലേക്ക് മാറ്റും. മലയാളം ആണെന്ന് വെച്ചാൽ മലയാളം. ഇംഗ്ലീഷ് അധികം സംസാരിക്കാനുള്ള ഇതില്ല. അത് സാരില്ല. അപ്പൊ നിങ്ങൾ മലയാളം ഗ്രൂപ്പിൽ ഇരുന്നാൽ മതി. നിങ്ങൾക്ക് പിന്നെ ഞാൻ പറഞ്ഞല്ല, ജംഗിൾ എന്ന് പറയില്ല, മാസ്റ്റർ മൈൻഡ് ജംഗിൾ, അതിൽ കൂടുതൽ ഇംഗ്ലീഷ് ആയിരിക്കും. നിങ്ങൾ കേട്ടിരിക്കുക. അത് നിങ്ങൾ പോകണമെന്ന് നിർബന്ധമില്ല അതിൽ.
അതൊരു ബോണസാണ്. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ചർച്ചകൾ നടക്കുന്നത് കേൾക്കാം. അത് മിക്കവാറും മലയാളികൾ തന്നെ ആയിരിക്കും അതിലുണ്ടാവുന്നത്. പക്ഷെ അവർ ഇംഗ്ലീഷായിരിക്കും സംസാരിക്കുക. ചിലപ്പം നിങ്ങൾക്കത് അതിന് ഒരുപാട് പഠിക്കാൻ പറ്റും കേട്ടോ. അതാണ് ഏറ്റവും രസം. ഒരുപാട് പഠിക്കാൻ പറ്റും. ഞാൻ ഇന്നലെയൊക്കെ മാസ്റ്റർ മൈൻഡിൽ കയറി. എൻ്റെ സ്റ്റുഡൻസ് നടത്തുന്ന മാസ്റ്റർ മൈൻഡ് ഞാൻ കയറിയിട്ടായിരിക്കും. ഇന്ന് നല്ല മാസ്റ്റർ മൈൻഡ് ആയിരുന്നു. രാവിലെ കംപ്ലീറ്റ് സൗദി ടീമായിരുന്നു. സൗദി അറേബ്യയിൽ അവിടെ ബേസ് ചെയ്തിട്ടുള്ള ടീമായിരുന്നു ഇന്ന് മാസ്റ്റർ മൈൻഡ് നടത്തി. ഞാൻ കയറി, അതിൽ ഞാനും സംസാരിച്ചു. പക്ഷെ ആ കയറി കഴിഞ്ഞിട്ട് എനിക്കൊരു 5 മിനിറ്റ് ആയിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതല്ല മിഞ്ഞാന്ന് അതേപോലെ തന്നെ UAE ബേസ് ചെയ്ത് ലീഡർ നിഷ, ഐ ഡോണ്ട് നോ വെദർ ഷീ ഈസ് ഹിയർ റൈറ്റ് നൗ. ലീഡർ നിഷാൻ്റെ ക്ലാസ് ഞാൻ പറഞ്ഞു ദിസ് വാസ് അമേസിങ് ക്ലാസ്. അമേസിങ് വെച്ചാൽ ഞാൻ പഠിപ്പിച്ച ഒരു വീഡിയോ പിന്നെ ആ ഒരു ലീഡർ അതിനെ കംപ്ലീറ്റ് റീക്യാപ്പ് ചെയ്ത് പറയുമ്പോൾ ഞാൻ പഠിപ്പിച്ചത് വീണ്ടും എനിക്ക് ആവർത്തിച്ച് വരുമ്പോൾ എനിക്ക് ഭയങ്കര രസമായി. ഞാൻ പഠിക്കണം അപ്പോൾ മനസ്സിലായി. അപ്പോൾ എപ്പോഴും നമ്മൾ ഓപ്പൺ മൈൻഡഡ്, ഓപ്പൺ കപ്പ് നമ്മൾ പറഞ്ഞാലോ, ഓപ്പൺ കപ്പ് അല്ലെങ്കിൽ എംപ്റ്റി കപ്പായിട്ട് എപ്പോഴും പഠിക്കാൻ റെഡി ആയിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റുഡൻസിൽ നിന്ന് നമുക്ക് ഒരുപാട് പഠിക്കാൻ പറ്റും. ലീഡർ നിഷ is superb. അതാണ്ടോ ഓരോരുത്തർ പറഞ്ഞ്. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. എനി അതർ ക്വസ്റ്റ്യൻ? ഇല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഇസ് ഇറ്റ് ഓക്കെ ഓൾ ഓഫ് യു? ഓക്കെ. ഏജന്റ് ക്വാളിഫിക്കേഷൻ പ്രശ്നമുണ്ടാവും? ഒരു പ്രശ്നമില്ല. ഒന്നും പഠിക്കാതെ നേതാവ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ്റെ യാതൊരു കണക്ഷൻ ഇല്ല. ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റണം. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് ഇപ്പം വീഡിയോ കേട്ടാലും മനസ്സിലാക്കാൻ പറ്റണം, സംസാരിക്കാൻ മനസ്സിലാക്കണം. അതിന് ക്വാളിഫിക്കേഷൻ വേണം. ഞാൻ എൻ്റെ ഒരു കോച്ചി ഉണ്ട്. ഏകദേശം 500 മേലെ സ്റ്റാഫ് മെമ്പേഴ്സ് ഉണ്ട് കേട്ടോ. ഗൾഫിലാണ്. 500 മേലെ സ്റ്റാഫ് മെമ്പേഴ്സിന്. അദ്ദേഹം കൂടുതൽ പഠിച്ചിട്ടില്ല. പക്ഷേ കോടികളുടെ ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ്. ചെറുപ്പക്കാരനാണ്. ഒരു 40 വയസ്സായിട്ടുണ്ടാവുമെന്ന് സംശയം എനിക്ക്. പക്ഷേ 500 മേലെ ആൾക്കാരുണ്ട് ഗൾഫിൽ. പുള്ളിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ. അപ്പോൾ അവിടെ എഡ്യൂക്കേഷൻ അല്ല വലുത്, നിങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും എന്നുള്ള വലുത്. Nisha, leader Nisha is here. Okay, leader Nisha, could you just unmute yourself and would you love to speak for, let's say, 45 seconds to 1 minute about the experience that you are having right now with Leap International, especially the English one? You can speak in Malayalam and English both together. Just unmute yourself. Good evening, Sensi and all my dear leaders. Thank you so much for inviting me to talk here. Thank you. I'm really thank you for that. ഞാൻ ഡിസംബർ നവംബർ ബാച്ചിൽ ഒരു കൺസ്റ്റന്റ് ആണ്, ലീഡർ ആണ്. ആൻഡ് ഇറ്റ്സ് റിയലി ടോട്ടലി എക്സ്ട്രീംലി വാട്ട് ഐ കുഡ് സേ, ഐ ഡോണ്ട് നോ ദാറ്റ് മച്ച് യൂസ്ഫുൾ സെഷൻസ്. ഓൾ ദിസ് വീഡിയോസ് ആണെങ്കിലും എല്ലാതും അത്രയും യൂസ്ഫുൾ ആണ്. ഒരുപാട് കണ്ടന്റ്സ് ഉണ്ട്. നമുക്ക് വേറെ എവിടെ നിന്ന് കിട്ടുന്നതിനേക്കാളും കൂടുതലും കണ്ടന്റ്സ് ഉണ്ട്. ആൻഡ് ദ ബെസ്റ്റ് പാർട്ടേഴ്സ്, ഞാൻ കോച്ചിങ് ഒക്കെ പഠിച്ചിട്ടും ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷെ വി വിൽ ബി ഗോയിങ് സം ക്ലാസ്സസ് ഓർ കോച്ചിങ്സ് ലൈക്ക് ദാറ്റ് ആൻഡ് വിൽ ബി കീപ് എ പാർട്ട് ദാറ്റ്. അത് പിന്നെ അത് അവിടെ വെക്കും. ബട്ട് നമ്മൾ ഈ മാസ്റ്റർ മൈൻഡിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് അതിന് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് അത് നമ്മളായിട്ട് പ്രസന്റ് ചെയ്യാം. അതർവൈസ് ബാക്കിയുള്ളവർ പറയുന്നത് കേൾക്കുക. അതൊക്കെ കേൾക്കുമ്പോൾ ദാറ്റ്സ് ആഡിങ് മോർ ആൻഡ് മോർ വാല്യൂ ടു വാട്ട് വി ഹാവ് ലേൺഡ്. നമ്മൾ വെറുതെ ഒരു കാര്യം പഠിച്ചു പോയിട്ട് കാര്യമില്ല. വീണ്ടും നമ്മൾ തന്നെ അത് പ്രസന്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ തന്നെ ട്രെയിൻ ചെയ്യാണ്. ബാക്കിയുള്ളവരിൽ നിന്നും നമ്മൾ കേൾക്കാൻ കൂടെയാണ്. ദാറ്റ്സ് റിയലി ഗ്രേറ്റ് തിങ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് അത്. സെൻസൈൻ്റെ സെഷൻസിൽ നിന്ന് അത് ഭയങ്കര യൂസ്ഫുൾ ആണ്. വെരി മച്ച് വർത്തി. ദാറ്റ് ഐ വുഡ് സേ പെർഫെക്റ്റ്ലി ക്ലിയർ കട്ട്. ഐ വിൽ സേ ഇറ്റ്സ് ടോട്ടലി വർത്തി സെഷൻസ്. താങ്ക് യു സെൻസി. Thank you very much. Thanks a lot. Thank you. Sense is very much supportive. നമ്മുടെ ലീഡർ മാസ്റ്റർ മൈൻഡ് സെഷൻസിൽ അറ്റ് എവറി ആൻഡ് ഓൾസോ ദ വെരി എക്സ്ട്രീം എന്താ പറയുക, എനിക്ക് അത്രയും സന്തോഷമുള്ള കാര്യമാണ്. ഈച്ച് ആൻഡ് എവറി മൊമെന്റ് നമ്മൾ മെസ്സേജ് ചെയ്താൽ ടെക്സ്റ്റ് ചെയ്താൽ ഗ്രൂപ്പിൽ കണ്ടാൽ വെരി സൂൺ, ഐ ഡോണ്ട് നോ ഹൗ ഹി ഗെറ്റ്സ് ഓവർ ദ വെരി സൂൺ ഹി വിൽ ബി ദർ ആൻഡ് റിപ്ലൈങ് ഫോർ അവർ ക്വസ്റ്റ്യനെയേഴ്സ് ഓർ ഡൗട്ട്സ് ഓർ എനിത്തിങ്. At each and every time he'll be supportive for us. That's the great used to say from him. Okay, ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇത് സംതിങ് ഒരു ക്രേസി തോട്ട് എൻ്റെ മനസ്സിൽ വന്നതാണ്. ഞാൻ കൺഫേം ചെയ്തിട്ടില്ല, ബട്ട് ഐ വോണ്ട് ടു സ്പീക്ക് അബൌട്ട് ദാറ്റ് ടു യു. ആർ യു ഓൾ ഓക്കെ വിത്ത് ദാറ്റ്? സേ ഓക്കെ. ഓക്കെ, ഇറ്റ്സ് എ ക്രേസി തോട്ട്. ഐ നെവർ തോട്ട് അബൌട്ട് ഇറ്റ്. ഇതിപ്പോൾ 2 ദിവസമായിട്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്ന് കളിക്കാൻ. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല കേട്ടോ, ആരോടും പറഞ്ഞിട്ടില്ല. സോ ഐ ജസ്റ്റ് വോണ്ട് ടു ഷെയർ ദിസ്. എത്ര കോൺക്രീറ്റ് ആക്കാൻ പറ്റുന്നുള്ള എനിക്ക് ഞാൻ ആലോചിച്ചിട്ടില്ല. ബട്ട് ഐ തോട്ട് ഓക്കെ ലെറ്റ് മീ ഗോ 1 സ്റ്റെപ്പ് അഹെഡ്. അപ്പോൾ എൻ്റെ സ്റ്റുഡൻസ്, എൻ്റെ ഡയറക്റ്റ് സ്റ്റുഡൻസ് ആർക്കും തന്നെ ഇതിനെപ്പറ്റി അറിയില്ല. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു,
സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം. സർട്ടിഫിക്കറ്റ് ഞാൻ പറഞ്ഞു ഫറൂഖ് സെൻസെ ഹൂസ് ബീൻ ലൈസൻസ്ഡ് ബൈ ജോൺ മാക്സ്വെൽ ആൻഡ് ലെസ് ബ്രൗൺ എന്ന് പറഞ്ഞു. നിങ്ങളെല്ലാവരും കേട്ട് കാണുമല്ലോ അല്ലേ? എത്ര പേര് അത് കേട്ടു? കേന്ന് കേട്ടു എന്നുള്ള കേന്നൊക്കെ ടൈപ്പ് ചെയ്യാം. ഇഫ് യു ഹാവ് കേട്ടു കെ ഫോർ കേട്ടു. ഓക്കെ, ഗ്രേറ്റ്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു കാര്യം, ഇതിൽ എത്ര പേർക്കാണ് ഒരു പ്രൊഫഷണൽ ലീഡർഷിപ്പ് ട്രെയിനർ, സ്പീക്കർ, കോച്ച് ആവാൻ ആഗ്രഹിക്കുന്നത്? എ പ്രൊഫഷണൽ. ഞാൻ ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. ഇൻ്റർനാഷണൽ ഞാൻ എവിടെയും പറയൂല, കാരണം എനിക്ക് അതിൻ്റെ ഡെഫിനേഷനും മീനിങ് ഇന്നും അറിയില്ല. ഓക്കെ, ഇൻ്റർനാഷണൽ ഞാൻ അതല്ല പറഞ്ഞത്. നിങ്ങൾ ലോകത്ത് എവിടെ കൊണ്ടായാലും ഇംഗ്ലീഷ് സംസാരിക്കുന്ന വ്യക്തിയാണെങ്കിൽ അവരെ ലീഡർഷിപ്പ് വേറെ ഒന്നുമല്ല കേട്ടോ. ഞാൻ പാരൻറ്റിങ് എല്ലാം ഇവിടെ പറഞ്ഞ്, കിഡ്സ് ഡെവലപ്മെൻ്റ് എല്ലാം പറഞ്ഞ്, ലീഡർഷിപ്പ് ഡെവലപ്പ് ചെയ്ത് അവരെ ആ ഒരു വ്യക്തിനെയും ഓർഗനൈസേഷൻ എത്ര നിങ്ങൾക്ക് മനസ്സിലാക്കണം, ഇതിൻ്റെ ഡിമാൻഡ് എത്ര നിങ്ങൾക്ക് മനസ്സിലാക്കണം. എനിക്ക് എന്നും കോൾ വരും ഓരോരോ ഓർഗനൈസേഷനിലേക്ക്. ഇന്നും എനിക്ക് കോൾ വന്ന് ഞാൻ പോയി എടുക്കാറില്ല. ലീഡർഷിപ്പിൻ്റെ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചു. ഞാൻ എടുക്കാറില്ല, കാരണം ഐ ഡോണ്ട് ഗോ ഔട്ട് മച്ച് ബിക്കോസ് ഐ വുഡ് സീ വെദർ ദ ക്വാളിറ്റി എല്ലാം കുറേ കാര്യങ്ങൾ നോക്കിയിട്ട് ഞാൻ പോകാറുള്ളൂ. അല്ലാതെ ഐ ഡോണ്ട് ഗോ ഫോർ എനിത്തിങ്. സോ ഞാൻ പറഞ്ഞ ലീഡർഷിപ്പിൽ നിങ്ങൾക്കൊരു ട്രെയിനർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ലീഡർഷിപ്പിൽ നിങ്ങൾക്കൊരു കോച്ച് ആവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ലീഡർഷിപ്പിൽ കോച്ച് കേട്ടോ. അതേപോലെ തന്നെ ലീഡർഷിപ്പിൽ ഒരു കീ നോട്ട് സ്പീക്കർ, സ്റ്റേജിൽ കയറിയിട്ട് ഒരു പേടിയില്ലാതെ നിങ്ങൾക്ക് ലീഡർഷിപ്പിനെ കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ? അങ്ങനത്തെ ഒരു വേറെ ഒന്നും ഞാനിത് പറഞ്ഞില്ല കേട്ടോ. ഐ വോണ്ട് ടു ബി വെരി ക്രിസ്റ്റൽ ക്ലിയർ. ലീഡർഷിപ്പ് മാത്രമേ പറഞ്ഞുള്ളൂ. ഞാൻ എന്താ ചെയ്യണം അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഐ വോണ്ട് ടു ക്രിയേറ്റ് സംബഡി ലൈക്ക് മീ. ഇറ്റ്സ് കോൾഡ് മൾട്ടിപ്ലൈങ് ലീഡേഴ്സ് എന്ന് ഇതിന് പറയാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആദ്യത്തെ ഒരു മാസം ശരിക്കും ശ്രദ്ധിക്കുക. ഓക്കെ, ആദ്യത്തെ ഒരു മാസം കറക്റ്റായിട്ട് എല്ലാ ക്ലാസ്സും പങ്കെടുക്കാം. അതായത് 4 ആഴ്ച ഉണ്ടാവും, അതിൽ ഒരു കോൾ മാസ്റ്റർ മൈൻഡ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. ആ മാസ്റ്റർ മൈൻഡ്സ് ഒക്കെ പങ്കെടുക്കുക. എന്നിട്ട് നിങ്ങൾ പറയാം, സെൻസായി എനിക്ക് തോന്നുന്നു ഇത് പഠിപ്പിക്കാൻ പറ്റും എന്ന് തോന്നുകയാണെങ്കിൽ ഇപ്പോഴല്ല. ഓക്കെ, ഡോണ്ട് ടേക്ക് എ ഡിസിഷൻ നാ. ആഗ്രഹം വെക്കുക. എന്നിട്ട് ആ ആഗ്രഹം വെച്ചിട്ട് ആദ്യത്തെ 4 ആഴ്ച ശരിക്കും നിങ്ങൾ അത് പഠിക്കുക. ദെൻ യു സേ ദാറ്റ് യെസ് ഐ ക്യാൻ ബിക്കം. അതിനുശേഷം ശരിക്കും മനസ്സിലാക്കുക. ഞാൻ ഫീസ് സ്ട്രക്ചർ ഒന്നും ഇപ്പം പറഞ്ഞില്ല. ഐ എം ഗോയിങ് ടു ഡിവൈഡ് ദിസ്. നിങ്ങൾ എന്താ ചെയ്യുക, നിങ്ങൾ വോളണ്ടിയർ ചെയ്തിട്ട് ഓരോ ക്ലാസ്, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഓരോ ക്ലാസ്സിൽ ഓരോ ലീഡർ ഉണ്ടാവുമെന്ന് പറഞ്ഞില്ല. എത്ര പേര് അത് കേട്ടു? ഓരോ ക്ലാസ്സിൽ ഒരു ലീഡർ ഉണ്ടാവുമെന്ന് പറഞ്ഞില്ല. അതേപോലത്തെ ലീഡർഷിപ്പ് ആയിരിക്കും നിങ്ങൾ ഏറ്റെടുക്കുക. യു വിൽ ബിക്കം ദ ലീഡർ ഫോർ വൺ ഓഫ് ദോസ് ഗ്രൂപ്പ്സ് ആൻഡ് യു വിൽ ലീഡ് ദം ഫോർ 1 year. ചുരുങ്ങിയത് 40 ഡിഫറെൻറ്റ് ടോപ്പിക്സ്. 40 അല്ലാതെ എൻ്റെ അടുത്ത് സർട്ടിഫിക്കറ്റ് കിട്ടാൻ പോകുന്നില്ല. എളുപ്പപ്പണിയല്ല. എൻ്റെ അടുത്ത് കിട്ടാന്ന് വെച്ചാൽ യു മസ്റ്റ് ബി വേൾഡ് ക്ലാസ്. ഐ വോണ്ട് എവറി വൺ ടു റൈറ്റ് WC. യു മസ്റ്റ് ബി വേൾഡ് ക്ലാസ്. വേൾഡ് ക്ലാസ് ആണെങ്കിൽ മാത്രമേ ഫറൂഖ് സെൻസാൻ്റെ ഒപ്പിട്ടുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഓക്കെ, അത് കിട്ടിക്കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് യു ആർ കേപ്പബിൾ. 40 വ്യത്യസ്ത ടോപ്പിക്ക്, 48 ടോപ്പിക്കുകളാണ് ഓരോ മണിക്കൂറിൻ്റെ ടോപ്പിക്ക്. അങ്ങനത്തെ 40 വ്യത്യസ്ത ടോപ്പിക്ക് നിങ്ങൾ പഠിപ്പിക്കേണ്ടി വരും. പഠിക്കാൻ മാത്രമല്ല, പഠിപ്പിക്കേണ്ടി വരും. പഠിപ്പിക്കാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ തരും. ഹൗ മെനി ഓഫ് യു ലവ് ഇറ്റ്? സേ ഐ ലവ് ഇറ്റ്. ILI ഞാൻ തരും. 1 വർഷം എടുക്കും നിങ്ങൾക്ക്. 1 വർഷം നിങ്ങൾക്ക് ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഈസി ഗോയിങ് അല്ല. ദിസ് ഇസ് നോട്ട് ഈസി ഗോയിങ് തിങ്. ഈസി ഗോയിങ് സർട്ടിഫിക്കറ്റ് വേണം, വേറെ എവിടെയും പോയിക്കോളൂ, നിങ്ങൾക്ക് കിട്ടും. ഐ വോണ്ട് ഗിവ് ദാറ്റ്. Don't come to me for certification. I want quality type of people who can take this to the next generation. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത ജനറേഷനിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ലീഡേഴ്സ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും, വേറെ എക്സ്ട്രാ അല്ല. നിങ്ങൾ എന്താണോ പഠിക്കണം അത് തന്നെയാണ്. അത് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റണം. അതൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. ചുരുങ്ങിയത് 40 ഡിഫറെൻറ്റ് ടോപ്പിക്സ് 3 പ്രാവശ്യങ്ങളിൽ നിങ്ങൾ എടുത്തിരിക്കണം. അത്രയ്ക്കും എക്സ്പേർട്ട് ആയിരിക്കണം. 1 വർഷം കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ വേൾഡ് ക്ലാസ് ഇൻസ്ട്രക്ടേഴ്സ് ആയിട്ട് മാറണം. How many of you love it? How many of you love it? ഒരു 100 ടൈപ്പ് ചെയ്യാം. How many of you love it? No easy going. ഓക്കെ, എൻ്റെ അടുത്ത് ഈസി. ഞാൻ ഒരിക്കലും സ്പൂൺ ഫീഡിങ്ങിൻ്റെ ആളല്ല. എൻ്റെ അടുത്ത് ഒരിക്കലും അത് പ്രതീക്ഷയ്ക്ക് വരണ്ട. നിങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പോകാം. ഐ ഡോണ്ട് കെയർ അബൌട്ട് ഇറ്റ്. ഐ വോണ്ട് ദ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് പീപ്പിൾ. 1 വർഷം എൻ്റെ ഒപ്പം നിൽക്കേണ്ടി വരും. 1 വർഷം നിങ്ങൾ ട്രെയിൻ ചെയ്യേണ്ടി വരും. അത് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. 40 വ്യത്യസ്ത ടോപ്പിക്ക് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ 1 വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് പുറത്തേക്ക് വരുമ്പോൾ യു ക്യാൻ ബിക്കം. നിങ്ങൾ എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്യണത്, എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്ത്, അത് നിങ്ങൾ ചിലപ്പോൾ 1 ക്ലാസ് കൊണ്ട് നിങ്ങൾ തിരിച്ചെടുക്കാൻ പറ്റും. അതിന് വേറെ ഫീസ് ഉണ്ട്. അതിന് വേറെ ഫീസ് ഉണ്ട്. ഈ ഫീസല്ല, അതിന് വേറെ ഫീസ് ഉണ്ട്. ഇൻസ്ട്രക്ടേഴ്സ് ലൈസൻസിങ് ഫീസ് വേറെ തന്നെ ഉണ്ട്. പക്ഷേ നിങ്ങൾ എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്യണത്, യു ക്യാൻ ഗെറ്റ് ഇറ്റ്. ഞാനൊക്കെ ഒരു സ്റ്റേജിൽ കയറിയ ഐ ചാർജ് ഇൻ ലാക്സ്.
സോ യു ക്യാൻ ഗെറ്റ് ഓൺ ടു സ്റ്റേജ് ആൻഡ് യു ക്യാൻ, ഒരു സ്റ്റേജിൽ നിന്ന് നിങ്ങൾ കിട്ടില്ല, 2-3 സ്റ്റേജ് നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾ എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾ ആൾക്കാർ വീണ്ടും 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 വിളിക്കും. എത്ര പേര് അതാ ആഗ്രഹിക്കുന്നത്? ദേ വിൽ കോൾ യു ബാക്ക് അഗെയിൻ. ഹൗ മെനി ഓഫ് യു ലൈക്ക് ഇറ്റ്? ചിലർ പറയും പബ്ലിക് സ്പീക്കിംഗ്. ഞാൻ പബ്ലിക് സ്പീക്കിങ്ങിൻ്റെ അതൊന്നല്ല. ലീഡർഷിപ്പ്, ഹൗ യു ക്യാൻ ബിക്കം എ ലീഡർ എന്ന് ആ ഒരു ടോപ്പിക്കിന് വേണ്ടി മാത്രം പഠിപ്പിച്ചു കൊടുക്കാം. പീപ്പിൾ വിൽ കോൾ യു. ഓക്കെ, ഇപ്പോഴൊന്നും തീരുമാനം എടുക്കണം. ഇപ്പം മനസ്സിൽ കാണാതെ, മനസ്സിൽ കണ്ടിട്ട് എവിടെയെങ്കിലും ഒരു പിക്ചർ ഒട്ടിച്ച് വെക്കുക. ഓക്കെ, ഞാനൊക്കെ ഈ ബുക്കൊക്കെ എഴുതുമ്പോൾ ഇതൊക്കെ പണ്ടൊക്കെ എഴുതിയ ബുക്കുകളാണ്. ഇത് ഒരുപാട് ബുക്സ് ഉണ്ട്. ദിസ് ഇസ് മൈ ലേറ്റസ്റ്റ് ബുക്ക്. ഈ ലേറ്റസ്റ്റ് ബുക്കൊക്കെ ഇതിൽ വരാൻ പോകണം. ഇതൊക്കെ ഞാൻ ഇതിൽ പഠിപ്പിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. സോ ഈ ബുക്കൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം കവർ പേജൊക്കെ ഡിസൈൻ ചെയ്യല്ലേ. അതേപോലെ തന്നെ നിങ്ങൾ ഒരു പിക്ചർ ഡിസൈൻ ചെയ്യുക. നിങ്ങൾ ലീഡർഷിപ്പ് ക്ലാസ് എടുക്കുന്ന ഡിസൈൻ ചെയ്യുക. മനസ്സിൽ അത് ഒട്ടിച്ച് വെക്കുക നിങ്ങളുടെ വിഷൻ ബോർഡായിട്ട്. ഒറ്റ പിക്ചർ മതി, വേറൊരു പിക്ചർ വേണ്ട. ഒരു പിക്ചർ, നിങ്ങൾ ക്ലാസ് എടുക്കുന്നത്, ഒരുപാട് ഓഡിയൻസ് ഉള്ള ഒരു പിക്ചർ, ഒരുപാട് പൈസ താഴത്തേക്ക് വരുന്ന പിക്ചർ. എത്ര പേർക്ക് മനസ്സിലായി? വേറൊരു പിക്ചർ, ഒറ്റ പിക്ചർ മാത്രം. ഒരുപാട് ആളുണ്ടാവണം, അതിൽ നിങ്ങളുണ്ടാവണം, പൈസ എങ്ങനെ വരുന്നത്, എവിടെയെങ്കിലും ഒരു സ്മൈലും കാണിക്കുക, ഒരു ഹാർട്ടും കാണിക്കുക. ആ ഒരൊറ്റ പിക്ചർ, അതിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾ വരാണെങ്കിൽ ഐ വിൽ മേക്ക് യു എ വേൾഡ് ക്ലാസ്. ഇൻ്റർനാഷണൽ അല്ല ഞാൻ പറഞ്ഞത്, എനിക്ക് അതിൻ്റെ അർത്ഥം അറിയില്ല, ഗ്ലോബലിൻ്റെ അർത്ഥം അറിയാം. വേൾഡ് ക്ലാസ് ഞാൻ പറയാം. വേൾഡ് ക്ലാസ് ട്രെയിനർ, ഫെസിലിറ്റേറ്റർ, കോച്ച് ആൻഡ് എ സ്പീക്കർ ഇൻ ലീഡർഷിപ്പ്. ഒരു മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ തീരുമാനിക്കാം. ഹൗ മെനി ഓഫ് യു റെഡി? സേ മീ. ടൈപ്പ് ചെയ്യാം. ഇത് ആദ്യത്തെ പ്രാവശ്യം കേട്ടോ പറഞ്ഞത്. ദിസ് ഈസ് എ ബിഗ് ചാലഞ്ച് ദാറ്റ് ഐ എം ടേക്കിംഗ് ഫോർവേഡ്. ഓക്കെ, ഗുഡ്, എക്സലൻറ്റ്. സോ യു ക്യാൻ ബി ലൈക്ക് മീ. ചിലരൊക്കെ പറയില്ല സെൻസ് നിങ്ങൾ പഠിപ്പിക്കാറില്ല. ഞാൻ പഠിപ്പിക്കാറില്ല. ലീഡർഷിപ്പ് കോച്ച് ആവുന്ന ഞാൻ പഠിപ്പിക്കാറില്ല. ലീഡർഷിപ്പ് ട്രെയിനർ ആവില്ല എങ്ങനെയെന്ന് പഠിപ്പിക്കാറില്ല. ദിസ് ദ ഫസ്റ്റ് ടൈം ഐ എം അനൗൺസിങ് ദിസ് ദാറ്റ് ഐ എം ഗോയിങ് ടു മേക്ക്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലീഡർ നിഷാനെ എടുക്കാം. ലീഡർ നിഷ ഒക്ടോബറിലാണ് ജോയിൻ ചെയ്തത്, നവംബറിലാണ് ജോയിൻ ചെയ്തത്. Now she can think about it. Okay, I want to become a professional trainer, facilitator, and coach and a speaker in leadership. Now she can apply. How many of you got it? That's how you do it. Okay. So, thank you very much. So, those who want to join ചെയ്യാത്തൊരു നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് 12-ാം തീയതിയാണ് ആദ്യത്തെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി റിലീസ് ആവില്ല. 12-ാം തീയതി ഞായറാഴ്ചയാണ്. എല്ലാ ഞായറാഴ്ച നിങ്ങൾക്ക് അത് റിലീസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അക്കാഡമിയിലുണ്ടാവും. അക്കാഡമിയിൽ അല്ലെങ്കിൽ LMS എന്ന് പറയും, ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം. അതിൽ തന്നെ എല്ലാ വീഡിയോസ് ഉണ്ടാവും. 24 ആഴ്ചത്തെ വീഡിയോ അതിൽ ഓൾറെഡി ഉണ്ട്. ഇംഗ്ലീഷിൽ ആണെങ്കിൽ 52 ആഴ്ചൻ്റെ ഓൾറെഡി ഉണ്ട് അതിൽ. നിങ്ങൾ എപ്പോഴാണ് ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസ് അതിലിങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. So thank you very much. Thanks a lot, all of you. And I wish you all the best. I'll be uploading this video tomorrow. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അൺലിസ്റ്റഡ് ആയിട്ട് അപ്ലോഡ് ചെയ്യും. സോ യു ക്യാൻ ഗോ ആൻഡ് യു ക്യാൻ വാച്ച് ഇറ്റ്. ആൻഡ് ദെൻ ഇഫ് യു ഗോട്ട് എനി ഡൗട്ട് യു ക്യാൻ കം ബാക്ക് ടു മീ. ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.